Hello, good afternoon. Hello. Hello. Good afternoon. Good afternoon, ma'am. Very much. Good afternoon. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഞാൻ സാറിന്റെ ഒരു ക്ലാസ് എന്താ പറയാ സാർ വേണമെന്നുണ്ട്. അഭിനോയ്ക്ക് അഭിനോയ് സാറിനെ കൊണ്ടുവരണോ? വേണോ? വേണ്ട. സാറിന് റിക്വസ്റ്റ് ചെയ്തത് ക്ലാസ് ഞാൻ കടം വാങ്ങിച്ചതാണ് കേട്ടാ. സാറ് എന്താ പറയാ നമ്മുടെ പോർഷൻസ് കുറച്ച് എന്താ പറയാ കുറച്ചുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് അവിടെ നമ്മുടെ വിത്തിൻ ടൈം നമുക്ക് തീർക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് ചിലപ്പോ ഒരു ലാഗ് വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ടീച്ചറുടെ എന്താ പറയാ തുടങ്ങിയപ്പോ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ ചെറിയ മിസ്സിന്റെ. അപ്പൊ കുറച്ച് ചാപ്റ്റേഴ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. മീൻസ് ആ പറഞ്ഞ രീതിയിലുള്ള ആ ഒരു എത്ര ഒരു ആവറേജ് നമുക്കറിയാലോ, ഒരു ദിവസത്തെ ക്ലാസ് 1 അവറിൽ എത്ര എടുക്കണമെന്നൊക്കെ. അപ്പൊ അത് ഒരു ഇച്ചിരി കംപ്ലീറ്റഡ് ആകാത്തത് നമുക്കപ്പോ നിങ്ങളുടെ ടൈമിൽ അത് തീരുമില്ലേ എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് നമ്മളത് ഷെയർ ചെയ്ത് കുറച്ച് ചാപ്റ്റേഴ്സ് അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ചിലപ്പോൾ അവേഴ്സ് വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ സാറിനോട് താൽക്കാലികമായിട്ട് ഒരു അവർ ഇങ്ങനെ കടം വാങ്ങിച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടാ. സോറി, ക്ഷമിക്കണം. നിങ്ങൾ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പഠിച്ചതാണല്ലോ കുറച്ച് അല്ലെ. മെഡിക്കൽ ഇൻഷുറൻസ് തന്നെയല്ല, സ്റ്റഡി ലീവ് ഉണ്ടാവൂലെന്നോ ഓരോ മൊഡ്യൂൾ എക്സാമിന്റെ സമയത്തോ? ഐ തിങ്ക് സോ, അങ്ങനെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അതായത് ഇന്നലെ പഠിച്ചതിന്റെ ആ ഒരു ചൂടിൽ നമുക്ക് ഇന്ന് അതിന്റെ ബാക്കി എടുക്കാം. മെഡിക്കൽ ഇൻഷുറൻസ് ആണ് നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത്. മെഡിക്കൽ ഇൻഷുറൻസിൽ എന്താ പറയാ IRDAI അല്ലെ, നമ്മുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ കുറച്ച് ഡിസീസസ്, അതായത് കുറച്ച് മെഡിക്കൽ എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ ദ ഹെൽത്ത് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസിന്റെ പരിധിയിൽ വരാത്ത ചില ഡിസീസസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. കോസ്മെറ്റിക് സർജറി, പിന്നെ IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ, പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, മിസലേനിയസ് എക്സ്പെൻസസ് ആയിട്ടുള്ള നമ്മുടെ രജിസ്ട്രേഷൻ ചാർജസ്, അഡ്മിഷൻ ചാർജസ്, പിന്നെ മറ്റത് സർവീസ് ചാർജസ് ഒക്കെ, അതൊക്കെ നമ്മുടെ ചില കേസസിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിന്റെ പരിധിയിൽ നിന്നും അപ്പുറത്താണ്. അതുകൊണ്ട് അത് കവറിൽ വരുന്നില്ല. പിന്നെ ഹെൽത്ത് സപ്ലിമെന്റ്സ് ലൈക്ക് പ്രോട്ടീൻ എക്സ്പെൻസുകളൊക്കെ, ഷെയ്ക്ക് പ്രോട്ടീൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഷെയ്ക്കുകളും മറ്റുമൊക്കെ അതിനു വേണ്ടി ചെലവാക്കുന്നതൊക്കെ ഇല്ലേ, അതൊക്കെ ഈ കവറേജിനകത്ത് വരുന്നതല്ല. പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് ഇഷ്യൂസ്, നമുക്ക് പോളിസി എടുക്കുന്ന സമയത്ത് ഇഫ് യു ഹാവ് എനി ഇൽനെസ്, അതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഓൾറെഡി എന്തെങ്കിലും എന്താ പറയാ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കവറേജ് കിട്ടുന്നതല്ല. പിന്നെ അതിന് ഒരു വെയിറ്റിംഗ് പീരീഡ് ഒക്കെ പറയുന്നുണ്ട്. ആ വെയിറ്റിംഗ് പീരീഡിൽ നോക്കും, അതിന് ബിറ്റ്വീനിൽ ഇഫ് യു ആർ നോട്ട് ഹാവിങ് സച്ച് ഇൽനെസ്, അത്തരം രോഗവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകളും നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അത് കൺസിഡർ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യുന്നതല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ സെൽഫ് ഹാം, ഇതൊന്നും നമ്മുടെ IRDAI പ്രകാരം ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നതല്ല. അത്തരം ഡിസീസസ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. അവിടെ വരെയല്ലേ എടുത്തത്, ഓർക്കുന്നുണ്ടോ? ഇന്നലെ കൂടെ തീർന്നോളൂ, ഒരാഴ്ച തീർന്നില്ല. അപ്പൊ ഞാൻ അത് വൈകണ്ടാലോ എന്ന് വിചാരിച്ച അടുത്ത ഒരു സാറിന്റെ ക്ലാസ്സിൽ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ടീച്ചേഴ്സിന്റെ ക്ലാസ്സൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് സാറിൻ്റെത് വാങ്ങിച്ചത്. ഓക്കെ, ഇംഗ്ലീഷ് ആകുമ്പോൾ വേണ്ടാന്നല്ല, അതൊരു കമ്മ്യൂണിക്കേഷൻ ഒരു ഇതിന് വേണ്ടിയിട്ട് ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളൊക്കെ എന്താ പറയാ നമ്മുടെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പാനലിൽ ഇരിക്കുന്നവരെല്ലാവരും മലയാളത്തിൽ മാത്രമായിരിക്കില്ല, നമ്മുടെ ഓൺ ലാംഗ്വേജിൽ മാത്രമായിരിക്കില്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇംഗ്ലീഷിൽ ചോദിക്കും. സോ യു ഹാവ് ടു ഗിവ് ദം ആൻസേഴ്സ് ഇൻ ഇംഗ്ലീഷ്. ഏത് ലാംഗ്വേജിലാണോ അവർ ഇങ്ങോട്ട് ചോദിക്കുന്നത് അതിൽ തന്നെ നമ്മൾ റിപ്ലൈ ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പൊ അതിന് ഇംഗ്ലീഷ് വേണമല്ലോ, അതിനുകൂടി വേണ്ടിയിട്ടാണ്. യെസ്, നമുക്ക് ഇനി അടുത്തത് പഠിക്കാം. അപ്പൊ നമ്മൾ തൊട്ട് മുന്നിൽ കുറച്ച് കാര്യം പറഞ്ഞു. വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു അല്ലെ. 12 to 48 months ഒരു വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട്. ആ പീരീഡിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസസ് പ്രീ എക്സിസ്റ്റിംഗ്, നമുക്ക് നേരത്തെ തന്നെ എന്താ പറയാ എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു പീരീഡ് അവർ പറയുന്നുണ്ട്. ആ പീരീഡില് സം ഡിസീസസ് വിച്ച് ആർ നോട്ട് കവേർഡ്, ആ പീരീഡിൽ ഉൾപ്പെടുത്താത്ത ചില രോഗങ്ങളെ കുറിച്ചും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ രോഗങ്ങളുടെ പേരുകൾ തീർച്ചയായിട്ടും പഠിക്കണം.
ഓക്കെ, ഏതൊക്കെയാണ് ഡിസീസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്? ഇത് വെയിറ്റിംഗ് പീരീഡിൽ കണക്കാക്കാത്ത ഡിസീസസ് ആണ്. നേരത്തെ പറഞ്ഞതോ IRDA പ്രകാരം വെയിറ്റിംഗ് പീരീഡ് എന്നൊന്നുമില്ല, അങ്ങനെയില്ല. ചില ഡിസീസസ്, ചില മെഡിക്കൽ എക്സ്പെൻസസ് മെറ്റ് ചെയ്യാത്തത്, കവർ ചെയ്യാത്തതിന്റെ കാര്യമാണ് മുന്നേ പഠിച്ചത്. ഇപ്പൊ വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ കവർ ചെയ്യാത്ത ഡിസീസസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത് എന്താണ്? അപ്പൊ ആ ഒരു ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ, ആ കുറച്ച് മാസങ്ങൾ, ആദ്യം പോളിസി എടുക്കുന്ന സമയത്ത് കുറച്ച് മാസങ്ങൾ, 12 to 48 മാസം എന്ന് പറയുമ്പോൾ തന്നെ യു ക്യാൻ കാൽക്കുലേറ്റ് അത് എത്ര വർഷത്തിനുള്ളിൽ. അപ്പൊ ആ വർഷത്തിനുള്ളിൽ ഇഫ് യു ഹാവ് എനി ഇൽനെസ്, എങ്ങനെയുള്ള ചില തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ കവറേജിനകത്ത് വരില്ല എന്നാണ് പറയുന്നത്. അത് മെൻഷൻ ചെയ്ത് പറഞ്ഞിരിക്കുന്ന ആ ലിസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ അൾസേഴ്സ്, any forms of fistula, benign prostate hypertrophy, hemorrhoids and piles, dysfunctional uterine bleeding, cataracts, hernia, addiction treatments, dental treatments and genetic treatments or congenital conditions. ഇത്തരം കാര്യങ്ങളാണ് ഈ പറയുന്ന ഡിസീസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്. വെയിറ്റിംഗ് പീരീഡിൽ കൺസിഡർ ചെയ്യാത്ത ഡിസീസസിന്റെ പേരുകളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഏതൊക്കെയാ? ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ അൾസർ എന്ന് വെച്ചാൽ എന്താ? ഗ്യാസ്ട്രിക് അൾസർ. അതാണ് ഗ്യാസ് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇറഗുലർ ആയിട്ട്, അപ്പൊ ഇങ്ങനെ വരുമ്പോ ഒക്കെ നമ്മൾ ചികിത്സിക്കാതെ മറ്റൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഇരുവേ cause some kind of ulcer. അതാണ് സ്റ്റൊമക് അൾസർ എന്നും ഗ്യാസ്ട്രിക് അൾസർ എന്നൊക്കെ അതിന്റെ പേരുണ്ട്. ഗ്യാസ്ട്രോ ഇൻഡസ്, അത് കുടലിനെ ബാധിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അൾസർ ആണ്. അപ്പൊ അങ്ങനെയുള്ള അൾസറുകൾ നമുക്ക് നേരത്തെ തന്നെ ആ വെയിറ്റിംഗ് പീരീഡിൽ എങ്ങാനും ഉണ്ടാകുകയാണെങ്കിൽ അത് കവറേജിൽ വരില്ല. പിന്നെ എനി കൈൻഡ് ഓഫ് ഫിസ്റ്റുല. എന്താണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ ടു ഓർഗൻസ്. ഏതെങ്കിലും രണ്ട് അവയവങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു വിടവ്, ഒരു ഗ്യാപ്പ്, ഒരു ഓപ്പണിംഗ് ആണ്, ഒരു ഇങ്ങനെ തുറന്ന പോലത്തെ സ്ഥലം. അപ്പൊ അങ്ങനെയുള്ള അതൊക്കെ പല രോഗങ്ങളുടെയും ഇതാണ്. അത് മേ കോസ് അക്കോർഡിംഗ് ടു എനി പ്രീവിയസ് ഇഞ്ചുറീസ് ഓർ ഇൻഫെക്ഷൻസ്. നമുക്ക് നേരത്തെ ഉണ്ടായിരിക്കുന്ന പല ഇഞ്ചുറീസിൽ നിന്നോ അല്ലെങ്കിൽ ഇൻഫെക്ഷനിൽ നിന്നോ, അല്ലെങ്കിൽ മാത്രമല്ല സർജിക്കൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സിൽ നിന്നോ ഉണ്ടായതാകാം. അങ്ങനെ ഉണ്ടാകുന്ന ചില ഓപ്പണിങ്സ്, ചില ഇങ്ങനെ തുറന്നു കിടക്കുന്ന ഭാഗങ്ങൾ, അതാണ് എനി കൈൻഡ് ഓഫ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫിസ്റ്റുലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനും കിട്ടുന്നതല്ല. ബെനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞാൽ, പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവം, അതായത് മെയിൽ ഓർഗൻസിലെ മെയിലിന്റെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ അവയവമാണ്, ഒരു ഓർഗനാണ് പ്രോസ്റ്റേറ്റ്. അതിലെ ക്യാൻസർ വരുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസ് നമ്മൾ പഠിച്ചപ്പോ അതിനകത്ത് യൂറോളജി ആൻഡ് ആൻഡ്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പറഞ്ഞത് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഓർഗൻ, അതാണ് പ്രോസ്റ്റേറ്റ്. ഇനി അതിനകത്ത് എന്ത് വരിക? അതിനകത്ത് എന്താ പറയാ ഒരു എൻലാർജ്മെന്റ്, ഒരു അബ്നോർമൽ ഗ്രോത്ത് പോലെ അതിങ്ങനെ വളരും. അത് വന്നിട്ട് യുറേത്രയുമായിട്ട് മൂത്രനാളം വഴിയിലൊക്കെ അതിലേക്ക് ഇങ്ങനെ എൻലാർജ് ചെയ്തേ വികസിച്ച് വരും. സോ അത് അവിടെ എന്താ പറയാ ഒരു തള്ളലോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ജാമാക്കും ഈ പറഞ്ഞ യുറേത്രയിനൊക്കെ. അപ്പൊ ഇറ്റ് വിൽ മേക്ക് സം പ്രോബ്ലംസ്. അത് പല രോഗങ്ങൾക്കും കാരണമാകാം. അപ്പൊ അങ്ങനെ വരുമ്പോ അത്തരം കാര്യങ്ങൾ അതൊന്നും ഇതിന്റെ പരിധിയിൽപ്പെട്ടതല്ല എന്ന് പറയാം. ബെനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. പിന്നെ ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ്. പൈൽസിന്റെ തന്നെ മറ്റൊരു പേര് തന്നെയാണ് ഹെമറോയിഡ്സ്. പൈൽസ് ഒക്കെ അറിയാവുന്നതാണ്, കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന സുഖമാണ്. പിന്നെ ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്. യൂട്രൈൻ ബ്ലീഡിങ് മീൻസ് സാധാരണ ഉണ്ടാകുന്ന ഫിമെയിൽസിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ് തന്നെയാണ്. അബ്നോർമൽ ആയിട്ട് എന്താ പറയാ ഒരു ഇറഗുലർ ആയിട്ടുണ്ടാകുന്ന പീരിയഡ്സിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്, അതല്ലാതെയുള്ള ബ്ലീഡിങ് ഒക്കെ ഉണ്ട്. അതെല്ലാം തന്നെ ഇതിനകത്ത് വരുന്നതല്ല. പിന്നെ കാറ്ററാക്ട്സ് തിമിരം, അതും കോമൺ ആയിട്ടൊരു അസുഖമാണ്. ഹെർണിയ. പിന്നെ എന്താ അഡിക്ഷൻ ട്രീറ്റ്മെന്റ്. എന്തെങ്കിലും സാധനത്തിൽ നമ്മൾ അഡിക്റ്റഡ് ആയിപ്പോയി അതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അതൊക്കെ നമ്മുടെ കയ്യിൽ കൊണ്ട് വരുത്തുന്നതാണല്ലോ. അതുകൊണ്ട് അതൊന്നും എന്ത് ചെയ്യില്ല, ഡിസീസ് കവറേജിൽ വരുന്നതല്ല വെയിറ്റിംഗ് പീരീഡില്. ദെൻ എന്താ ഡെന്റൽ ട്രീറ്റ്മെന്റ്. ഡെന്റൽ ട്രീറ്റ്മെന്റുകൾ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ നമ്മളുടെ അപ്പിയറൻസിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഡെന്റൽ ട്രീറ്റ്മെന്റുകളൊന്നും കവറേജിൽ വരില്ല. എന്നാൽ എക്സ്ക്ലൂഷൻസ് കൊടുത്തിട്ടുണ്ട്. അൺലെസ് ദ ഡെന്റൽ ഇഞ്ചുറി ഈസ് എ റിസൾട്ട് ഓഫ് ആൻ ആക്സിഡന്റ്. ഒരു ആക്സിഡന്റിൽ നിന്നുള്ള ഡെന്റൽ ഇഞ്ചുറി ആണെങ്കിൽ അതിന് കവറേജ് ഉണ്ട്. നമുക്ക് അത് നമ്മൾ വരുത്തി വെച്ചിട്ടില്ല. ആക്സിഡന്റിൽ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ പല്ലുകൾ പോയോ അപ്പൊ അവിടെയൊക്കെ പല്ല് വെക്കണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മുഖം കുത്തി വീണപ്പോ ഒക്കെ ഉണ്ടാകുന്ന ചില ഡാമേജസ് പാർട്ട് ഓഫ് അവർ മൗത്ത് ആൻഡ് ടീത്ത്, നമ്മളുടെ പല്ലും മുഖവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അത് ആക്സിഡന്റ്സിലൊക്കെ ആണെങ്കിൽ അതിന് കവറേജ് കിട്ടും. പക്ഷെ അല്ലാതെയുള്ള ഡെന്റൽ ട്രീറ്റ്മെന്റ്, നമ്മുടെ പല്ലുകൾ അലൈൻ ചെയ്യണം, അല്ലെ നേരെ ശരിയില്ല, അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കവറേജ് കിട്ടില്ല. ദെൻ ജനറ്റിക് ഡിസീസ് ഓർ കോൺജെനിറ്റൽ കണ്ടീഷൻസ്.
എന്താണ് പരമ്പരാഗതമായിട്ട് വരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ ജന്മന ഉണ്ടാകുന്ന രോഗങ്ങൾ, അതിനൊന്നും കവറേജ് കിട്ടില്ല. ജന്മനയുള്ള രോഗങ്ങൾക്ക് അത് ചിലപ്പോൾ അത് മാറ്റാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് പോകും. അപ്പൊ ഇൻഷുറൻസ് കമ്പനി എന്തോരം നേരം എത്ര സമയം വരെ അതിന് ഇൻഡെമിനിഫൈ ചെയ്തുകൊണ്ടിരിക്കും അത്തരം ലോസുകളെ. അപ്പൊ അതൊന്നും ഇതിനകത്ത് വരില്ല എന്ന് നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഡിസീസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡിൽ പറഞ്ഞിരിക്കുന്ന രോഗങ്ങളുടെ പേരുകളാണ്. പേരുകൾ അങ്ങനെ പഠിക്കണം. വെയിറ്റിംഗ് പീരീഡിൽ ഡിസീസസിന്റെ വരുന്ന ഡിസീസസ് ഏതൊക്കെയാണ്, വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ കവറേജ് കിട്ടാത്ത ഡിസീസസ് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇതിനകത്ത് പെട്ടത് ഏതാണ്, പെടാത്തത് ഏതാണ് എന്നൊക്കെ ചോദിക്കും. ഓക്കെ, ഇതൊക്കെ അതായത് ആ വെയിറ്റിംഗ് പീരീഡ് വരെ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. വെയിറ്റിംഗ് പീരീഡില് കവറേജ് കിട്ടാത്തത് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതിന് മുകളിൽ പറഞ്ഞത് ചില ഡിസീസസ്, അതിന് വെയിറ്റിംഗ് പീരീഡ് ഒന്നും അവിടെ ഒരു ലിമിറ്റേഷൻ അല്ല. ഇവിടെ വെയിറ്റിംഗ് പീരീഡ് ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ആ കണ്ടീഷൻ അങ്ങനെയാണ്. നമ്മുടെ വെയിറ്റിംഗ് പീരീഡിൽ ഡിസീസ് കൺസിഡർ ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ അൾസർ, അപ്പൊ പേരുകൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, ആണ് ഇമ്പോർട്ടന്റ് ആണ്. Any forms of fistula, benign prostate hypertrophy, hemorrhoids and piles, dysfunctional uterine bleeding, cataracts, hernia, addiction treatment, dental treatments, and genetic disease or congenital diseases. ഇതൊക്കെ ഇതിന്റെ വെയിറ്റിംഗ് പീരീഡിൽ കൺസിഡർ ചെയ്യാത്ത അല്ലെങ്കിൽ കവറേജ് കിട്ടാത്ത ഡിസീസസ് ആണ്. ക്ലിയർ ആയോ? മാർക്ക് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ശരിയാണ്, ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, നൗ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വിചാര ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് കവറേജ്. ഇനി പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കവറേജുകൾ, ഇൻഷുറൻസ് കവറേജിന്റെ ആ ടൈപ്സിന്റെ ഹെഡിങ്ങുകൾ നമ്മൾ പഠിക്കണം. പിന്നെ അതിനകത്ത് ഓരോ കവറിനും, അതായത് ഓരോ ഇൻഷുറൻസ് ടൈപ്പിനും അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. അതായത് നമുക്ക് മറ്റുള്ളവയിൽ നിന്ന് നമുക്ക് എന്താ പറയാ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. ഇന്നത് ഈ ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനസ് കവർ, അടുത്തത് വരുന്നുണ്ട് പേഴ്സണൽ ആക്സിഡന്റ് കവർ, ടോപ്പ് അപ്പ് കവർ. അങ്ങനെ 5 കവറുകളാണ് എന്തില് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ടൈപ്സിൽ വരിക. അപ്പൊ ഇത് ഒന്നിൽ നിന്നും മറ്റൊന്നിനെ വേർതിരിക്കുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചിരിക്കണം. അവിടുത്തെ വേർഡുകളൊക്കെ ഇഷ്ടംപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് എന്നൊക്കെ ഭാഗം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ്. നമുക്ക് വേർതിരിച്ച് ഓരോന്നും അങ്ങനെ തമ്മിൽ ക്ലാഷ് ഒന്നും ആകാൻ പറ്റാത്ത രീതിയിലാണ് അതിനകത്ത് കാര്യങ്ങളൊക്കെ. ഒന്നിനോട് ഒരു സാമ്യങ്ങളൊന്നും അധികം ഇല്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ചില ഒബ്ജക്റ്റീവ്സ്, ചില ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഫംഗ്ഷൻ തന്നെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരും, ഒബ്ജക്റ്റീവ് തന്നെ എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരും, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇതൊന്നിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്? ഒന്നാമത്തേത് ഹോസ്പിറ്റലൈസേഷൻ കവറാണ്. എന്താ ഹോസ്പിറ്റലൈസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ അഡ്മിറ്റഡ് ആകുക എന്നല്ലേ. അപ്പൊ കിട്ടുന്ന കവറേജ് ആണ്. അതായത് when the insurers are provided by a coverage for all the expenses due to hospitalization. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന എക്സ്പെൻസസ്, അത് എല്ലാ എക്സ്പെൻസുകൾക്കും, അത് അവിടെ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ട്രീറ്റ്മെന്റിന്, അത് ഏത് തരത്തിലുള്ള ഇൽനസോ ആക്സിഡന്റോ ആയിക്കോട്ടെ, അതിനെല്ലാം തന്നെ എന്ത് കിട്ടും? ട്രീറ്റ്മെന്റിനും വേണ്ടിയിട്ടുള്ള എല്ലാ എക്സ്പെൻസസും മീറ്റ് ചെയ്യുന്ന ആ ഒരു കവറേജിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു സ്കീമിനെയാണ് നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് വിളിക്കുക. അപ്പൊ എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നത് വെദർ ഇറ്റ് ഈസ് ഇൽനസ് ഓർ ഓൾസോ ആക്സിഡന്റ് ആയിക്കോട്ടെ ഇൽനസ് ആയിക്കോട്ടെ, ഇതിനായാലും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ കവർ എന്താണ് നമുക്ക് ഒരു ഗ്യാരണ്ടിയാണ്. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് എ ലോസ് ഇൻ വിച്ച് വി ആർ സഫറിംഗ് ഫ്രം. ആ പേഷ്യന്റ് അല്ലെങ്കിൽ ആ ഇൻഷുർഡ് എന്തെങ്കിലും ഒരു നഷ്ടത്തെ അഭിമുഖീകരിക്കുന്നു, അതിനെ എന്താക്കുക, അതിനെ ഇൻഡെമിനിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നഷ്ടത്തെ ഇല്ലാതാക്കി കൊടുക്കുക എന്നതാണ് ഈ ഹോസ്പിറ്റലൈസേഷൻ കവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലൈസേഷൻ കവർ കൊടുക്കുക? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റിക്വയർഡ് ബിൽ ഓർ ഹോസ്പിറ്റലൈസേഷൻ ഡോക്യുമെന്റ്സ്. നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയ അതിന്റെ വല്ല ഡോക്യുമെന്റുകളോ അതുപോലെ അവിടുത്തെ ബില്ലുകളോ ഒക്കെ അതിന്റെ ബേസിസിലായിരിക്കും ഈ ഒരു കവർ കിട്ടുക. കവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് കവറേജ്. അതായത് എത്ര എക്സ്പെൻസ് ചെലവായിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവിടുത്തെ ബില്ലിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. അല്ലാണ്ട് എന്താ പറയാ, നമ്മൾ ഇൻഷുറൻസ് എടുത്തു, ഇൻഷുറൻസ് വിളിച്ചു പറയണത് ഞാനിങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി, എനിക്ക് ഇത്ര രൂപ ചെലവായി, എനിക്ക് അത് വേഗം തന്നെ അതിന്റെ ആ ഒരു എമൗണ്ട് പെട്ടെന്ന് തന്നെ തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലെയിം ചെയ്യാമെന്ന് വിചാരിക്കാം. അങ്ങനെയൊന്നും തരുമൊന്നുമില്ല. അപ്പൊ ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് അവർക്കുണ്ട് അവരുടേതായ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അവരത് വന്ന് അന്വേഷിച്ച് വ്യക്തമായ പ്രൂഫോട് കൂടിയാണ് അവർ നമുക്ക് എന്താണ് ക്യാഷ് കവർ ആണെങ്കിൽ ക്യാഷ് തരിക, അല്ലെങ്കിൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് മെഡിക്കൽ എക്സ്പെൻസുകൾ അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള പേയ്മെന്റുകളാണ് അവർ കൊടുക്കുന്നതെങ്കിൽ അത് അവർ മീറ്റ് ചെയ്യുന്നത്.
സോ അല്ലാതെ നമ്മളുടെ വെറുതെ നമ്മൾ ഓറലി പറഞ്ഞത് കൊണ്ട് അവിടെ നിന്ന് അതിന് കവറേജ് കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ആൻഡ് ബട്ട് ഓൾസോ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോഴും ദർ ആർ സം ലിമിറ്റേഷൻസ് ഓർ കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ, അതിനും അതിൻ്റെതായ ഓരോ കവറേജിനും അതിൻ്റെതായ ലിമിറ്റേഷൻസും വ്യവസ്ഥകളും ഒക്കെ ഉണ്ടായിരിക്കും. ഇല്ലസ് ഫുൾ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് വരെ ഒന്നും ചില സ്കീമുകൾ കാത്തിക്കില്ല. അതായത് പാർട്ട്ലി ആയിട്ട് കുറേശ്ശെ ആയിട്ടൊക്കെ പേയ്മെന്റുകൾ അടച്ചുകൊണ്ടിരിക്കും. മുഴുവൻ ട്രീറ്റ്മെന്റ് തീരുന്നത് വരെ ഹോസ്പിറ്റൽസും വെയിറ്റ് ചെയ്യില്ല. സോ ദേ ഹാവ് ടു മേക്ക് ക്ലെയിംസ്. അപ്പൊ ഈ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിൽ ഇൻഷുറൻസിന്റെ ഡെസ്ക് ഉണ്ട്. നമ്മളിവിടെ പറയുന്നുണ്ട് എന്റെ ബാക്കിൽ അറ്റത്ത് വരുമ്പോൾ നമ്മൾ എത്തുന്നുണ്ട് അവിടേക്ക്. അതായത് ഹോസ്പിറ്റൽസിൽ ഇതിനൊക്കെ വേണ്ടി ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഓടി ചെല്ലുമ്പോൾ നമ്മളിപ്പോ എന്തെങ്കിലും അസുഖം വന്നു, നേരത്തെ കൂട്ടി അസുഖം വന്നിട്ട് വേഗം തന്നെ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആകാൻ പോകുന്ന ആദ്യം തന്നെ ചെന്നിട്ട് ഇൻഷുറൻസ് കമ്പനിക്കാരെ വിളിച്ച് പറയല്ലോ, then we are admitted in the hospital, then only we are going for a claim. അതിനുശേഷമായിരിക്കും നമ്മൾക്ക് പോളിസി ഉണ്ടെങ്കിൽ, നമ്മൾ ഇൻഷുറൻസ് ആയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ അറിയിക്കുക. നമുക്കപ്പോ അവിടെ ചെല്ലുമ്പോഴും അറിയാൻ പറ്റും നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആണോ, അവിടെ തന്നെയാണോ, അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകോ, എവിടെയാണോ ക്ലെയിം അവൈലബിൾ ആയിട്ടുള്ളത് അവിടേക്കാണ് കൊണ്ടുപോകുക പേഷ്യന്റിനെ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇപ്പൊ ഹൈ കോസ്റ്റ് ഒക്കെ ചെലവാകും എന്ന് പറയുമ്പോൾ ചിലര് വേഗം തന്നെ പെട്ടെന്ന് അത്തരം ഇൻഷുറൻസ് അവൈലബിൾ ആകുന്ന ഹോസ്പിറ്റൽസിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കും, ക്ലെയിം ഉള്ളവരാണെങ്കിലും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി കൊണ്ടുപോകും. അപ്പൊ ഡിസ്ചാർജ് വരെയൊന്നും ഹോസ്പിറ്റൽസ് കാത്തു നിൽക്കൊന്നുമില്ല. ഓരോ ഘട്ടമായിട്ട് ഓരോ സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെന്റിന്റെ ഘട്ടത്തിൽ അവര് ക്ലെയിം വെക്കും. ഇപ്പൊ ഒരു പരിധി വരെ ഒരു എമൗണ്ടിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. അത്രയെങ്കിലും ആവുമ്പോൾ അവര് ക്ലെയിം ചെയ്യും. ഇനി അതിന്റെ ബാക്കി അതിനുശേഷം അങ്ങനെ അല്ലെ, നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് പോളിസിക്ക് ഒരു വാല്യൂ ഉണ്ട്, അപ് ടു ദാറ്റ് ആണ്. ഓക്കെ, ആ ഒരു പരിധി, അതിനൊരു സമയക്രമം അങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട്. അതാണ് പറഞ്ഞിരിക്കുന്നത് ഈച്ച് ആൻഡ് എവറി കവറേജ് എന്തൊക്കെ സ്കീമുകൾ ഉണ്ട് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ് ഹാവ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ് ആൻഡ് എക്സ്ക്ലൂഷൻസ്. ചിലതൊക്കെ അവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും, ചിലതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതിന്റെയൊക്കെ ബേസിസിൽ മാത്രമേ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ഫോർ ഇൽനെസ് ആൻഡ് ആക്സിഡൻസ്, ഫുൾ മെഡിക്കൽ എക്സ്പെൻസസിന്റെ ഒരു കവറേജ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ടു മേക്ക് ഗുഡ് ദ ലോസ് വിച്ച് ദ ഇൻഷുർഡ് ഹാസ് സഫേർഡ് ഫ്രം. എന്താണോ ആ ഇൻഷുർഡിന് ഉണ്ടായിരിക്കുന്ന നഷ്ടം അതിനെ മേക്ക് ഗുഡ് ചെയ്യുക, നല്ലതാക്കുക. മീൻസ് ആ നഷ്ടത്തെ ഇല്ലാതാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹോസ്പിറ്റലൈസേഷൻ കവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദ റിക്വയർഡ് ബിൽ ആൻഡ് ഡോക്യുമെന്റ്സ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ബില്ലുകളുടെയും ഡോക്യുമെന്റുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ കവറേജ് കിട്ടുക. ആൻഡ് ഓൺലി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ലിമിറ്റേഷൻസ് ആൻഡ് എക്സ്ക്ലൂഷൻസ്. തീർച്ചയായിട്ടും അതിന് പരിധികളും വ്യവസ്ഥകളും ബേസ് ചെയ്തതാണ്. കണ്ടീഷൻ അപ്ലൈ എന്നൊരു കുഞ്ഞ് സ്റ്റാർ ഇട്ട് എവിടെയെങ്കിലും മൂട്ടിലേക്ക് വെച്ചിട്ടുണ്ടായിരിക്കും ഇതിന്റെ നമ്മുടെ ബോണ്ടിന്റെ. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ക്ലിയർ ആയല്ലോ? ഒന്നാമത്തെ കിട്ടിയോ? ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഒന്ന് വേഗം റിപ്ലൈ തരണം. രണ്ടാമത്തേത് ഹോസ്പിറ്റൽ ക്യാഷ് കെയർ ആണ്. ഓക്കെ, സോറി, ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. ഓക്കെ, രണ്ടാമത്തേത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. എന്താന്ന് നോക്കാം. ഇത് നമ്മളുടെ തൊട്ടുമുകളിൽ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവറിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ പ്രൊവൈഡ് ചെയ്യാത്ത ചില കാര്യങ്ങൾ കൂടി, എക്സ്പെൻസസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു കവറാണ്. എന്നുവെച്ചാൽ തൊട്ടുമുകളിൽ അവർ പറഞ്ഞല്ലോ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ എക്സ്പെൻസുകളാണ് മീറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ ദാറ്റ് മീൻസ് ദോസ് എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഹോസ്പിറ്റലൈസേഷൻ കവർ. തൊട്ടുമുകളിലുള്ള ഹോസ്പിറ്റലൈസേഷൻ കവറിൽ ഉൾപ്പെടാത്ത ചില എക്സ്പെൻസസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹോസ്പിറ്റൽ ക്യാഷ് കവറിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെഡിക്കൽ എക്സ്പെൻസസ് മാത്രമല്ല വരിക. ഒരു രോഗി ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന സമയത്ത് ചിലപ്പോൾ ആക്സിഡന്റ് ആകാം, ചിലപ്പോൾ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ് ആകാം. ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് മുമ്പ് there will be some expenses which is not in the nature of മെഡിക്കൽ നേച്ചറിലല്ലാത്ത, അതായത് നമുക്കറിയാം ട്രീറ്റ്മെന്റ് കിട്ടുക, മരുന്ന് കിട്ടുക, ഇതൊക്കെയാണ് ഹോസ്പിറ്റലൈസിലെ മെഡിക്കൽ നേച്ചറിലുള്ള ട്രീറ്റ്മെന്റ് എക്സ്പെൻസ്. എന്നാൽ നോൺ മെഡിക്കൽ നേച്ചറിലുള്ള ട്രീറ്റ്മെന്റുകളുടെ ഭാഗം കൂടി ഉണ്ട് ഏതില്, ഈ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന പേഷ്യൻസിന് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഈ രോഗീനെ ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന ഗതാഗത എന്താ പറയാ ചെലവ്. ഗതാഗത ചെലവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടുന്ന് അവിടെ വരെ ഓട്ടോറിക്ഷ വിളിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇവിടുന്ന് അവിടെ വരെ ഒരു 1000 രൂപ കൊടുത്തൊരു കാർ വിളിച്ചു കൊണ്ടുപോയി. ചില രോഗത്തിന് ചിലപ്പോൾ നമ്മളുടെ ഈ പറയുന്ന പ്രദേശത്തുള്ള ഹോസ്പിറ്റൽസിലൊന്നും അതിന്റെ ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. സോ ദ പേഷ്യന്റ് ഹാവ് ടു ബി ഷിഫ്റ്റഡ് 4 kilometers away. ഹോസ്പിറ്റൽ വളരെ കിലോമീറ്ററുകൾ ദൂരെയുള്ള ഹോസ്പിറ്റൽസിലേക്ക് വരും, ചിലപ്പോൾ പേഷ്യൻസിനെ കൊണ്ടുപോകും. നമ്മൾ എപ്പോഴും എല്ലാ കാര്യവും ഈ മെഡിക്കൽ ഇൻഷുറൻസിന്റെ കാര്യം പഠിക്കുമ്പോൾ ഒരാളെ കുറിച്ച്, ഒരു കാര്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കരുത്.
നമ്മൾ എല്ലാം കൂടി നോക്കിയിട്ടാണ്, ഓവറോൾ നോക്കിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു വ്യക്തിയെ കുറിച്ചോ നമ്മളെ മാത്രം സംബന്ധിച്ചോ കാര്യങ്ങളല്ല നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, അതിനെ അസ്യൂം ചെയ്യേണ്ടത്. പല കാര്യങ്ങളും നമ്മൾ അതിൽ കണക്കിലെടുത്തിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നോട്ടായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കുക ആദ്യം. ഓക്കെ, അപ്പൊ അത്തരം ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യും, ഹ്യൂജ് എമൗണ്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന് വരുന്നുണ്ട്. മാത്രമല്ല സ്റ്റേയിങ് ചാർജസ്, അവിടെ ദൂരേക്ക് പോകുന്നു, അവിടെ ചിലപ്പോൾ നമുക്ക് റൂം എടുത്ത് സ്റ്റേ ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ സജഷൻസ് ഡോക്ടർ കൊടുത്തിട്ടുണ്ട്. ഇന്ന ഫുഡ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, സോ എക്സ്പെൻസീവ് ആണെങ്കിൽ അത് കൊടുക്കുമ്പോൾ അതിന് വരുന്ന ചെലവുകൾ ചില പുവർ ഫാമിലീസിനൊന്നും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ വിചാരിക്കും ഓതിനൊക്കെ നിസ്സാര കാശില്ലാവുള്ളൂ, പക്ഷെ അത് ചിലവർക്ക്, നമ്മൾ അതാണ് പറഞ്ഞത്, എല്ലാ ലെവൽ ഓഫ് ആളുകളെയും കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു പർട്ടിക്കുലർ വിഭാഗത്തെ കുറിച്ച് മാത്രം പറയുന്നതോ പഠിക്കുന്നതോ അല്ല നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന നോൺ മെഡിക്കൽ നേച്ചറിലുള്ള എക്സ്പെൻസ് കൂടി മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കവറാണ് ഇവിടെ കിട്ടുക, ഹോസ്പിറ്റൽ ക്യാഷ് കവർ. മറ്റേതിൽ എന്താ പറഞ്ഞ മെഡിക്കൽ എക്സ്പെൻസസ് ആണ്, ട്രീറ്റ്മെന്റ് ഫോർ ഇൽനെസ് ആൻഡ് ആക്സിഡന്റ്, അതിനുള്ള ചെലവുകളാണ് അവിടെ വരുന്നത്. ഹോസ്പിറ്റൽ ക്യാഷ് കവറിലെ നോൺ മെഡിക്കൽ നേച്ചറിലുള്ള എക്സ്പെൻസസ് ഓൾസോ വിൽ ബി മെറ്റ്, അതും കൂടി അവർ എന്ത് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് അവർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഫ്രം ദ ഹോസ്പിറ്റൽ ടു ദ ഹൗസ്, അല്ലെങ്കിൽ ഫ്രം ദ ഹൗസ് ടു ദ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഫ്രം ദ പ്ലേസ് ഓഫ് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് ടു ദ ഹോസ്പിറ്റൽസിലേക്കോ, പിന്നെ സ്റ്റേയിങ് ചാർജസ്, ഡയറ്ററി ചാർജസ്, ഇതൊക്കെ ഫുഡ് എക്സ്പെൻസിന്റെ ചാർജസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ വരുന്നുണ്ട്. ക്ലിയർ ആയോ? രണ്ടാമത്തെ ഹെൽത്ത് ഇൻഷുറൻസ് ടൈപ്പ് മനസ്സിലായോ? ഒന്നാമത്തെ ഹോസ്പിറ്റലൈസേഷൻ കവർ ആണ്, രണ്ടാമത്തേത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. ഓക്കെ, യെസ്. മൂന്നാമത്തേത് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ആണ്. ക്രിട്ടിക്കൽ ഇൽനെസ്, the word itself says that the medical expenses met for serious illness, അതായത് ചില സീരിയസ് ആയിട്ടുള്ള ഇൽനെസ്സിന് വേണ്ടി കൊടുക്കുന്ന കവറാണ്, such as cancer, paralysis, organ transplantation, etc. അതായത് നമ്മുടെ ക്യാൻസർ, കാരണം പെട്ടെന്നൊന്നും മാറുന്ന രോഗമല്ല ക്യാൻസർ ഒക്കെ വന്ന് പിടിപെട്ടാല് ഇറ്റ് ടേക്സ് ടൈം, പ്രൊലോങ്ഡ് പീരീഡ് തന്നെ എടുക്കുന്നുണ്ട് ചില രോഗങ്ങളൊക്കെ മാറാനായിട്ട്. അതുപോലെ വരുന്ന മറ്റൊരു അസുഖമാണ് പാരലൈസിസ് ആകുക എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ വശമൊക്കെ ഒരു ഭാഗമൊക്കെ ആയിട്ട് തളർന്നു പോകുക. അതൊക്കെ എളുപ്പം മാറുന്നതല്ല, ഇന്ന് വന്ന് നാളെ മാറുന്നത് പോലെയല്ല, പനിയൊക്കെ വരുന്നത് പോലെയല്ല, അതിനും ടേക്സ് ടൈം. അപ്പൊ അതിന് വേണ്ട എന്താ പറയാ മെഡിക്കൽ എക്സ്പെൻസസ് ഒരുപാടുണ്ട്, ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നതുണ്ട്, പിന്നെ ഈ പറയുന്ന ആളുകളെ പെട്ടെന്നൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കാനൊക്കെ വേണ്ടി വരുന്ന സൗകര്യങ്ങൾക്ക് വേണ്ടി വരുന്നത്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, നമ്മുടെ അവയവങ്ങളുടെ മാറ്റിവെക്കലും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത്തരം ഇൽനെസ്സിനെയാണ് ഇവിടെ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറയുക. അപ്പൊ അതിന് കിട്ടുന്ന ബെനിഫിറ്റ് കവറേജിനെയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെട്ടിരിക്കുന്നത്. ആൻഡ് ഹിയർ, ഇവിടെ they provide, the insurance company not only provide the expenses which is met, അതായത് അവിടെ ഉണ്ടാകുന്ന ചെലവുകൾ, അതായത് ഹോസ്പിറ്റലിൽ മീറ്റ് ചെയ്യുന്ന ചെലവുകൾ മാത്രമല്ല ഇതിനകത്ത് വരിക, പിന്നെ എന്താണ് വരിക, ഈ നമുക്കറിയാം ദീസ് ടൈപ്പ് ഓഫ് ഡിസീസസ് വിൽ റിക്വയർ പ്രൊലോങ്ഡ് പീരീഡ് ഫോർ ക്യൂർ, അതായത് ഇത്തരം രോഗങ്ങൾ ക്യൂർ ചെയ്യാനായിട്ട് കുറച്ച് ദീർഘനാളൊക്കെ ആവശ്യം വരും. സോ ഇറ്റ് റിക്വയേഴ്സ് അഡീഷണൽ കോസ്റ്റ്. അപ്പൊ എന്തുവരും, ഇതിന് കുറെ ഇരട്ടി ചെലവുകളൊക്കെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആയി കുറച്ച് ദിവസമൊക്കെ കിടന്നു, പിന്നെ വീട്ടിൽ കൊണ്ടുപോയി ഇടയ്ക്ക് ചെക്കപ്പിന് വരണം, അപ്പൊ കുറെ ചെലവാകും പൈസ, കൺസൾട്ടേഷൻ ചാർജസ് ആയിട്ടും വണ്ടി വിളിച്ചു വരുന്നു, അങ്ങനെയൊക്കെ വീണ്ടും ചെലവുകൾ കൂടുകയാണ്. ഓക്കെ, അപ്പൊ ഇത് കാരണം എന്താ, ഇത് ഇങ്ങനെ കൂടുതൽ വരാൻ കാരണം ഇടയ്ക്കിടയ്ക്ക് പോകണം, കാരണം ഇത് ഒറ്റയടിക്ക് മാറുന്ന രോഗമല്ലല്ലോ, അതാണ് ക്രിട്ടിക്കൽ ഇൽനെസിന്റെ പ്രത്യേകത. അപ്പൊ അതിന് കുറെ എക്സ്പെൻസസ് എന്താ വന്നു പോയൊക്കെ ഇൻസിഡന്റൽ ആയിട്ടുള്ള ഒരുപാട് എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ പോസിബിൾ ലോസ് ഓഫ് ഇൻകം, ഈ പറയുന്ന വ്യക്തിയുടെ വരുമാനത്തിലുണ്ടാകുന്ന നഷ്ടസാധ്യതകൾ കൂടി ഇവിടെ കണക്കിലെടുക്കുന്നുണ്ട് ഇത്തരം ഇൻഷുറൻസ്. എന്താ അത്, വരുമാനത്തിലുണ്ടാകുന്ന നഷ്ടസാധ്യത. ഇപ്പൊ ഞാൻ ഒരു ജോലി ചെയ്യുന്നു, എനിക്ക് ജോലിയിൽ ഇരിക്കും, നമുക്ക് ഇപ്പൊ എവിടെ എന്തെങ്കിലും വലിയൊരു അസുഖം വന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് വന്നു, സോ എന്റെ ആ ഒരു വരുമാനം അവിടെ, ഞാൻ ജോലിക്ക് വന്നില്ലെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടോ അല്ലെങ്കിൽ വേജസ് കിട്ടോ, കിട്ടില്ല. അപ്പൊ ആ വേജസിലോ അല്ലെങ്കിൽ സാലറിയിലോ ഉണ്ടാകുന്ന കുറവ്, അത് എന്നെ സംബന്ധിച്ച് അത്രയും ദിവസം എനിക്ക് ലീവ് എടുത്തത് കൊണ്ട് എന്ത് പറ്റും, എന്റെ സാലറി കട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അത് എന്റെ ഒരു വരുമാനം നഷ്ടമാണ്. അത്തരം നഷ്ടങ്ങളെ കൂടി ഈ ഒരു കവറ് എന്താ പറയാ അതിനെ കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, കവറേജ് കിട്ടുക. അതാണ് ക്രിട്ടിക്കൽ ഇൽനെസിന്റെ പ്രത്യേകത, ക്രിട്ടിക്കൽ ഇൽനെസ് കവറിന്റെ. പിന്നെ മാത്രമല്ല, അങ്ങനെ വരുമാനം ഇല്ലാതാകുമ്പോ അല്ലെങ്കിൽ വരുമാനത്തിന്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാമിലി ഉണ്ട് അല്ലെ, ആ ഫാമിലിയുടെ സ്ട്രക്ചർ തന്നെ മാറും. എന്താ ഫാമിലിയുടെ സ്ട്രക്ചർ, നമ്മുടെ വരുമാനത്തിൽ ആശ്രയിച്ചാണ് നമ്മുടെ ഫാമിലി. അപ്പൊ ആ ഫാമിലിയിലുള്ള മറ്റംഗങ്ങൾക്കും പല രീതിയിൽ ഏതെങ്കിലും വേറെ രീതിയിലുള്ള രോഗം, അവർക്ക് മരുന്നിന് ചെലവ് ചെയ്യാനുള്ള കാശില്ല, അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള കഴിവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു പേയ്മെന്റ് എന്തിൽ കിട്ടും,
ക്രിട്ടിക്കൽ ഇൽനെസ് കവറിൽ കിട്ടും. മനസ്സിലായോ? ഹോസ്പിറ്റലൈസേഷൻ കവർ മെഡിക്കൽ എക്സ്പെൻസുകൾക്ക് വേണ്ടി മാത്രം. നമ്മൾ അടുത്തത് പറഞ്ഞത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. മെഡിക്കൽ എക്സ്പെൻസസിന് പുറമെ നോൺ മെഡിക്കൽ നേച്ചേഴ്സിലുള്ള എക്സ്പെൻസസ് കൂടി കണക്കിലെടുത്തിട്ടുള്ള കവറേജ് ആണ് കിട്ടുക ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ. മൂന്നാമത്തേത് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ആണ്. അത് സീരിയസ് ഇൽനെസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. സച്ച് ആസ് ക്യാൻസർ, പാരാലിസിസ് ആൻഡ് ഓൾസോ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. ഇവിടെ ഹോസ്പിറ്റലൈസേഷൻ കവർ മാത്രമല്ല ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം ലോസ് ഓഫ് ഇൻകം, അതായത് വരുമാനത്തിൽ ഉണ്ടാകുന്ന നഷ്ടത്തെ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. സ്ട്രക്ചർ ഓഫ് ദ ഫാമിലിനെ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ എന്താണ് മെഡിക്കൽ എക്സ്പെൻസസ്, അതായത് അവിടേക്ക് വരുന്ന എല്ലാ മെഡിക്കൽ എക്സ്പെൻസസും അഡീഷണൽ ആയിട്ട് വരുന്ന മെഡിക്കൽ എക്സ്പെൻസസും എല്ലാം തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. മൂന്നാമത്തെ ടൈപ്പ് മനസ്സിലായോ? മനസ്സിലായോ? ക്ലിയർ ആണോ? അല്ലേ? ഒന്ന് വേഗം പറയൂ. ഇവിടെ ആര് റെസ്പോണ്ട് ചെയ്തതാണ്? ഓക്കെ. അടുത്തത് എന്താ? പേഴ്സണൽ ആക്സിഡന്റ് കെയർ ആണ്. പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള ആക്സിഡന്റ്. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ആക്സിഡന്റിന് കിട്ടുന്ന കവർ തന്നെയാണ്. ആക്സിഡന്റ് കിട്ടുന്ന കവറാണ്. അതായത് ഈ പോളിസിയിൽ ഇറ്റ് കവേഴ്സ് ദ ഇൻഷുർഡ് ഫോർ ദ എക്സ്പെൻസസ് ലയബിൾ ഫോർ ദ ഓൺ അക്കൗണ്ട് ഓഫ് ആൻ ആക്സിഡന്റ്. ഒരു ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന എന്തൊക്കെ ചെലവുകളാണ് വന്നിട്ടുള്ളത് ആ ചെലവുകളൊക്കെ മീറ്റ് ചെയ്ത് കിട്ടുന്ന ഇൻഷുർഡിന് കിട്ടുന്ന ആ ഒരു കവറിനെയാണ് നമ്മൾ പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് വിളിക്കുക. ഇവിടെ ദ കമ്പനി പേസ് എ ലംസം എമൗണ്ട് ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ഡിസബിലിറ്റി ഓർ ഡെത്ത്. ഇവിടെ ആ രോഗിയുടെ ആ ഒരു ആക്സിഡന്റ് ആയ വ്യക്തിയുടെ ഡിസബിലിറ്റി, ആൾക്ക് എന്ത് പോരായ്മകൾ വന്നു, ഡിസേബിൾ ആയിപ്പോയോ, അതായത് കാലിനോ കയ്യൊക്കെ ചിലപ്പോ പോകാൻ സാധ്യതയുണ്ട്, അല്ലെ ഓർഗൻ തന്നെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്, അതാണ് ഡിസബിലിറ്റി, അല്ലെ വൈകല്യങ്ങൾ വരാൻ സാധ്യത. അതിന്റെ ബേസിസിൽ പിന്നെ മാത്രമല്ല ചിലപ്പോൾ മരണമാകാം, അല്ലെങ്കിൽ എത്രത്തോളം ഡിഗ്രി ഓഫ് ഇഞ്ചുറി, എത്രത്തോളം ആഴത്തിലുള്ള ആ എന്താ പറയാ മുറിവിന്റെയും അല്ലെങ്കിൽ വന്ന ആക്സിഡന്റിന്റെയും ഒക്കെ ആഴം കൂടി മനസ്സിലാക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നു, ഒരു ലംസം എമൗണ്ട് വിൽ ബി പ്രൊവൈഡഡ് ബൈ ദ കമ്പനി, ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നത്. അതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ. ആ ആക്സിഡന്റിന് കിട്ടുന്ന കവറേജ് അത് വെറുതെ നോക്കിയിട്ടല്ല, ആക്സിഡന്റ് സ്ഥലത്ത് അവർ പോയി സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തി എത്രത്തോളം ഡിഗ്രി ഓഫ് ഇഞ്ചുറി പേഷ്യന്റിന് പറ്റിയിട്ടുണ്ട്, വണ്ടിക്ക് എന്ത് പറ്റിയിരിക്കുന്നു, മറ്റു കാര്യങ്ങൾക്ക് എന്ത് പറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു. പിന്നെ തേർഡ് പാർട്ടി നമ്മൾ വന്ന് ആക്സിഡന്റ് ആയത് വേറെ ഏതെങ്കിലും വാഹനത്തിലാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ഇത് അതൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യാം പേഴ്സണൽ ആക്സിഡന്റ് കവർ പ്രകാരം ആ ഒരു ഇൻഷുർഡിന് എമൗണ്ട് കൊടുക്കുന്നത്. സോ ഇറ്റ് വിൽ ബി പെയ്ഡ് ഇൻ ലംസം, ഒറ്റ തുകയായിട്ട് ചിലപ്പോൾ കൊടുക്കും. ഓക്കെ, അതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ. ഓരോന്നിനെയും കണക്ട് ചെയ്യാൻ നമുക്ക് ഓരോ വേർഡുകളൊക്കെ എടുക്കാം. ഇവിടെ ആക്സിഡന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആക്സിഡന്റ് ഓൺ ദ ബേസ് ഓഫ് ദ ഡിഗ്രി ഓഫ് ഇഞ്ചുറി, ഡിസബിൾമെന്റ് ആൻഡ് ഓൾസോ ഡെത്ത്, അതൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും കവറേജ് കിട്ടുക. ഓക്കെ, ക്ലിയർ ആയോ? ആൻഡ് ലാസ്റ്റ് ടൈപ്പ് ആണ്, അവസാനത്തേതാണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. ടോപ്പ് അപ്പ് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യുമെന്ന് പറയാറുണ്ട് അല്ലെ. പണ്ടൊക്കെ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തിരുന്നു. എന്ത് ടോപ്പ് അപ്പ് ചെയ്തിരുന്നു? നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ചാർജ് ചെയ്യുന്നത് ടോപ്പ് അപ്പ് ആണ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഒരു ഇത്ര രൂപയ്ക്ക് നമ്മളൊരു പ്ലാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്ലാൻ എക്സ്പയർഡ് ആകുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് ടോപ്പ് അപ്പ് അല്ലേ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അൺലിമിറ്റഡ് പ്ലാൻസ് ആണ്. അപ്പൊ നമുക്ക് അവിടെ ടോപ്പ് അപ്പിന്റെ ആവശ്യമില്ല. ഇവിടെ അങ്ങനെ ഒരു ടോപ്പ് അപ്പിംഗ് തന്നെയാണ് ഇൻഷുറൻസിലുള്ളത്. അതെങ്ങനെയാന്ന് പറയട്ടെ. ഇവിടെ സാധാരണ നമ്മൾ എടുക്കുന്ന ഹോസ്പിറ്റലൈസേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും കവേഴ്സ്, ദാറ്റ് മീൻസ് എനി പോളിസീസ് ഫോർ മെഡിക്കൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ഒരു പോളിസി, അതിന്റെ എമൗണ്ട് ഈസ് എക്സോസ്റ്റഡ്. ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചികിത്സ നമുക്ക് എടുക്കേണ്ടി വന്നു, അതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിരുന്ന പോളിസിയുടെ എമൗണ്ട് എക്സോസ്റ്റഡ് ആയിപ്പോയി. എക്സോസ്റ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ തീർന്നുപോയി. അതായത് അവരുടെ ആ ഒരു സം അഷ്വേർഡിന്റെ പരിധിയിൽ വരുന്ന എമൗണ്ട് നമുക്ക് ഇൻഷുറൻസ് ആയിട്ട് തരുന്നുള്ളൂ, അത് തീർന്നുപോയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? അപ്പൊ ഇൻഷുറൻസ് കമ്പനിയുടെ ആ ഒരു ഇത് തീർന്നു. സോ വി ഹാവ് എ ചാൻസ് ടു ടോപ്പ് അപ്പ് അവർ ഇൻഷുറൻസ്. നമ്മുടെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഷുറൻസിൽ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാം. എന്ന് വെച്ചാൽ കുറച്ച് വാല്യൂ പ്രീമിയം കൂടുതൽ അടച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ എന്തിലുണ്ട്? ഈ ടോപ്പ് അപ്പ് കവറിലുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ആഡ് ഓൺസ് ടു ദ കവർ. നമ്മുടെ നിലവിലുള്ള കവറിനോടൊപ്പം എന്ത് ചെയ്യുന്നു? ഒരു ആഡ് ഓൺ ചെയ്ത് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്ത് നമ്മുടെ ആ ഒരു ഇൻഷുറൻസിന്റെ ഇത് നമുക്ക് സം ഇൻഷുറൻസിന്റെ എമൗണ്ട് ഒന്ന് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അതായത് ഇഫ് യു ഹാവ് എനി എക്സ്ട്രാ എക്സ്പെൻസസ്, അത് ഇതിലൊതുങ്ങാതെ ഈ പോളിസിയുടെ എമൗണ്ടിൽ ഒതുങ്ങാത്ത ചില അധിക ചെലവുകളൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
ആ ടോപ്പ് കവറിലൂടെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കൂടിയുള്ള ഒരു കവറാണ് ടോപ്പ് കവർ എന്ന് പറയുന്നത്. ഈസ് കൺസിഡർഡ് ആസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് അവർ കറന്റ് ഹോസ്പിറ്റലൈസേഷൻ പോളിസി. നമ്മുടെ നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ പോളിസിയുടെ കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കവറാണ് ടോപ്പ് കവർ എന്ന് പറയുന്നത്. ഹിയർ ഇൽനെസ് ആക്സിഡന്റ് ഒക്കെ കൺസിഡർ ചെയ്ത് നമ്മുടെ എടുത്തിരിക്കുന്ന പോളിസി ഇൻഷുർഡിനോടൊപ്പം when it gets exhausted, ആ എമൗണ്ട് എക്സോസ്റ്റഡ് ആയി പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അവർ ഓപ്ഷൻ ടു ടോപ്പ് അപ്പ് ദാറ്റ് കവർ. ആ നമുക്ക് വരുന്ന എക്സ്ട്രാ എക്സ്പെൻസസിനെ മീറ്റ് ചെയ്യാനുള്ള ടോപ്പ് അപ്പ് ചെയ്തെടുക്കാൻ ഒരു ഓപ്ഷൻ കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 5 രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ട്. ഓക്കെ, 5 രീതിയിലാണ്. അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചത്? ഹോസ്പിറ്റലൈസേഷൻ കവർ, അത് മെഡിക്കൽ എക്സ്പെൻസസ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ആൻഡ് ആക്സിഡൻസ്. രണ്ടാമത്തെ ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. അവിടെ ഹോസ്പിറ്റലൈസേഷൻ കവറിനേക്കാൾ എക്സ്ട്രാ കൊടുക്കുന്ന ഒരു നോൺ മെഡിക്കൽ നേച്ചേഴ്സിലുള്ള കവർ കൂടി കിട്ടുന്നു. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ്സസ് സച്ച് ആസ് ക്യാൻസർ, പാരാലിസിസ് ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഓർഗൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവുകള്. അത് മെഡിക്കൽ എക്സ്പെൻസ് മാത്രമല്ല, പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ഡിസീസസ് ആയതുകൊണ്ട് തന്നെ അതിന് വരുന്ന അഡീഷണൽ കോസ്റ്റുകള്, ഇൻസിഡന്റൽ എക്സ്പെൻസുകള്, പോസിബിൾ ലോസ് ഓഫ് ഇൻകം മാത്രമല്ല സ്ട്രക്ചർ ഓഫ് ഫാമിലി ഇൻകം കൂടിയൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു കവറേജ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. അടുത്തത് പേഴ്സണൽ ആക്സിഡന്റ് കവറാണ്. അത് ആക്സിഡന്റ്സിന് കിട്ടുന്നതാണ്. ലംസം എമൗണ്ട് ആയിട്ടായിരിക്കും കിട്ടുക. മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചാൽ മതി. മുഴുവൻ അങ്ങനെ കാണാതൊന്നും പഠിക്കണ്ട കേട്ടോ. അടുത്ത ടോപ്പ് അപ്പ് കവർ ആണ്. അതൊരു അഡീഷണൽ അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ആണ്. നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ കവറിനോടുള്ള ഒരു എക്സ്റ്റൻഷൻ ആണ്. ഇവിടെ നമുക്കൊരു ടോപ്പ് അപ്പ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു ഓപ്ഷൻ ആണ് ഈ ഒരു പോളിസിക്കകത്ത് ഉള്ളത്. ക്ലിയർ ആയോ? മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി നമ്മൾ ചില ടൈപ്സ് ഓഫ് ഇൻഷുറൻസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇൻഷുറൻസുകൾ എന്താണെന്നും ഇൻഷുറൻസിൽ പ്രധാനമായിട്ട് വരുന്ന ചില എന്താ പറയുക ഇമ്പോർട്ടന്റ് ടേമുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇൻഷുറൻസ് കൊണ്ട് നമുക്ക് എന്ത് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു. പിന്നെ ചില ഡിസീസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ ദ ഇൻഷുറൻസിന്റെ കവറേജിൽ വരാത്തത്, ഡിസീസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡിൽ വരാത്ത ഡിസീസസ്, അത് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, അതായത് ആരോഗ്യ ഇൻഷുറൻസിന്റെ പല വിഭാഗങ്ങളാണ് കണ്ടത്. എങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില ഇൻഷുറൻസുകളാണ്, ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ചില ഇൻഷുറൻസ് ആണ്. അതിൽ ഒന്നാമത്തേതാണ് SHI, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഇതൊക്കെ എളുപ്പമാണ് നമുക്ക് പഠിക്കാനായിട്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മാത്രമല്ല നിങ്ങളൊന്ന് എന്താ പറയാ അത് ലിങ്ക് ചെയ്ത് ഓരോന്ന് വേർഡുമായിട്ട് ലിങ്ക് ചെയ്തൊക്കെ പഠിക്കാമെന്ന് മാത്രം. അപ്പൊ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയീസിന് കിട്ടുന്ന ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു തരം എന്താ പറയാ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. ആൻഡ് ടു അവൈൽ ദിസ് ഇൻഷുറൻസ്, ഈ ഒരു ഇൻഷുറൻസ് ലഭ്യമാകണമെങ്കിൽ എനി വൺ ഓഫ് ദ 3 കണ്ടീഷൻസ് വിച്ച് ഇസ് ഗിവൺ ബിലോ ഷുഡ് ബി മെറ്റ്. ഈ പറയുന്ന താഴെ 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം, നമുക്ക് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാണെങ്കിൽ അതിന് നമുക്ക് എന്ത് കിട്ടും, പോളിസി, നമുക്ക് കവറേജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് ആണ്. അങ്ങനെയുള്ള ഒരു ഇൻഷുറൻസ് പ്രോഗ്രാം ആണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. എന്താണ് ആ 3 കണ്ടീഷൻസ്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കീഴിൽ വരുന്ന 3 കണ്ടീഷൻസ് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. എന്താണ്? ഒന്ന്, പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഗ്രാം, അതായത് എംപ്ലോയി, അതായത് ഇവിടെ ഈ ഇത്തരം ഇൻഷുറൻസ് ഒന്ന് അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള പോയിന്റുകളായിട്ട് ഞാൻ കണക്ട് ചെയ്ത് പറയാം. ഇത്തരം എന്താ പറയാ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയുള്ളവർക്കാണെന്നറിയോ? ചില റിസ്ക് ഫാക്ടർ കൂടുതലുള്ള ജോലി സ്ഥലത്തെ എംപ്ലോയീസിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു ഇൻഷുറൻസ് നടപ്പിലാക്കുന്നത്. അതായത് ചിലപ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുള്ള തരം ബിസിനസ്സൊക്കെ എന്താ പറയാ ജോലികളൊക്കെ ഉണ്ടല്ലോ, ഇല്ലേ? നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും രീതിയിൽ ഹാനികരമാകാവുന്ന ചില ജോലികളുണ്ട്. അപ്പൊ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അപകടങ്ങളൊക്കെ വന്നാൽ അത് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അങ്ങനത്തെ ചില ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ ചിലപ്പോൾ എംപ്ലോയിയുടെ ഫാമിലിക്കോ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസോ ചിലപ്പോൾ അതിന് സമ്മതിക്കില്ല. എന്ന് വെച്ചാൽ അവർക്ക് ഉണ്ടാവില്ല കാശ് അതിനു വേണ്ടി. അപ്പൊ അതെന്ത് ചെയ്യുന്നു, എംപ്ലോയി
ക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഉള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇതിന്റെ ഈ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇറ്റ്സ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് ഇറ്റ് വിൽ ബി എ സ്മോൾ ഗ്രൂപ്പ്. ഒരു ചെറിയ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകളായിട്ടേ ഒരു 5-6 പേര് കിടക്കുന്ന ഒരു ഗ്രൂപ്പ്, അത് കഴിഞ്ഞ് വേറൊരു ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പായിട്ട് ആണ് ഇത്തരം പോളിസി എടുക്കുക. അപ്പൊ ആ ഗ്രൂപ്പിൽ പെട്ട ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ജോലിക്ക് ഇരിക്കെ തന്നെ ആ ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് എന്ത് കിട്ടുന്നു, അവർക്ക് ബെനിഫിറ്റ്, അതിൽ നിന്ന് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ബെനിഫിറ്റുകൾ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ നിയമപരമായിട്ട് ആ ഒരു എംപ്ലോയ്മെന്റിൽ ആ ഒരാൾ ഉണ്ടായിരിക്കണം, ആ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടാവണം. ആ ഒരു കണ്ടീഷൻ ഉണ്ട്. അല്ലാതെ ആ ജോലിയുടെ ആ സമയത്ത് ആളില്ല, പിന്നെ ആൾക്ക് ഇല്ലാത്ത ജോലിക്കാരന് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഇഷ്യൂ ആ എംപ്ലോയ്മെന്റിന്റെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആ എംപ്ലോയി ആ ഒരു സമയത്ത് അവിടെ ഇല്ല എങ്കിൽ ആൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ബെനിഫിറ്റിന്റെ കവറേജ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആ സമയത്ത് അത് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണെന്നാണ് പറയാ. ആൻഡ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ടു എ ഗ്രൂപ്പ് ആൻഡ് ഇറ്റ് ഈസ് ഗ്രൂപ്പ് വിൽ ബി ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. അതിനകത്ത് ഗ്രൂപ്പിനകത്ത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പാടുള്ളൂ എന്നുണ്ട്. ആൻഡ് ഈ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യേണ്ട ഇൻഷുറൻസിന് വേണ്ടി, ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഇതിന്റെ പൈസ അടയ്ക്കണ്ടേ? നമ്മൾ പറഞ്ഞല്ലോ, ഇൻഷുറൻസിന് ചെറിയ ചെറിയ പ്രീമിയം ആയിട്ട് നമ്മളിങ്ങനെ പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആ പൈസ അടയ്ക്കുക, പൈസ അടയ്ക്കുന്നത് വേറെ ആയിട്ടുള്ള എംപ്ലോയർ ആയിരിക്കണം. മനസ്സിലായ? കാരണം അവരുടെ സ്ഥാപനത്തിലെ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഈ ജോലിക്കാരുടെ ജീവൻ തന്നെ റിസ്ക് ചെയ്തിട്ട് അവർ ജോലി ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പ്രീമിയം അടയ്ക്കേണ്ടത് എംപ്ലോയർ തന്നെയാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ എന്തെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ടു അവൈൽ ദ ബെനിഫിറ്റ് ഓഫ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് ലഭ്യമാകാൻ വേണ്ട 3 കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? 3 കണ്ടീഷൻസ് എന്താണെന്ന് മനസ്സിലായോ? എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്, ആ ഗ്രൂപ്പ് വളരെ ചെറുതായിരിക്കും. മാത്രമല്ല ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്ന ആ ബെനിഫിറ്റ്, അതിനു വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തേണ്ടത് എംപ്ലോയർ ആണ്. ഇതൊരു ഗവൺമെന്റിന്റെ പ്രോഗ്രാം ആണ്. ക്ലിയർ ആയോ? ഇനി ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഗവൺമെന്റ് ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന പേരിൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇതുകൊണ്ടുള്ള നേട്ടം എന്തൊക്കെയാണ്? ഒന്ന്, ഗവൺമെന്റിന്റെ പ്രോഗ്രാം ആയതുകൊണ്ട് ഇറ്റ്സ് പ്രൊവൈഡഡ് അറ്റ് ലോ കോസ്റ്റ്. വളരെ ചെറിയ എമൗണ്ട് ആണ് ഇതിന്റെ പ്രീമിയം വരുന്നുള്ളൂ, വളരെ ചെറുത്. ഇപ്പൊ ചില അങ്ങനത്തെ ഇൻഷുറൻസ് ഒക്കെ കുടുംബശ്രീ വഴിയൊക്കെ അറിയിക്കാറുണ്ട് അല്ലെ, ഇത്ര വയസ്സ് വരെയുള്ളവർക്ക് അല്ലെങ്കിൽ ഇത്ര വയസ്സിന് ബിറ്റ്വീനുള്ളവർക്ക് എന്താ പറയാ, വർഷത്തിൽ ഇത്ര രൂപ മാത്രം അടച്ച് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് ആ വർഷത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര രൂപ വരെ, ഇത്ര ലക്ഷം രൂപയുടെ കണക്കൊക്കെ അവർ പറയാം അല്ലെ, 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ക്ലെയിം കിട്ടും എന്ന് പറയാറില്ലേ? അതൊക്കെ തന്നെ. അപ്പൊ ഗവൺമെന്റ് ഓഫർ ചെയ്യുമ്പോൾ ലോ കോസ്റ്റിലായിരിക്കും, വളരെ ചുരുങ്ങിയ പ്രീമിയം അടച്ചാൽ മതി. അല്ലാതെ നമ്മളൊന്ന് ഒരു ഇൻഷുറൻസ് എടുക്കാനൊക്കെ പോയി നോക്കിയേ, മന്ത്ലി 2000-3000 ഒക്കെ അടക്കേണ്ടി വരുന്ന പോളിസീസും ഉണ്ട്. അങ്ങനത്തെ എല്ലാം ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകത. ഇനി ഇത് ആരാണ് ഇത് അവൈലബിൾ ആക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവര്? പുവർ ഫാമിലീസ്, അതുപോലെ BPL മെമ്പേഴ്സ് ആണ്. BPL മെമ്പേഴ്സിന്, ഫാമിലി മെമ്പേഴ്സിന്, അതുപോലെ തന്നെ എന്താ പറയാ, പുവർ ഫാമിലീസിലുള്ള ആളുകൾക്കും ഈ പോളിസി എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് ട്രീറ്റ്മെന്റ് ബോത്ത് ഇൻ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ വിചാരിക്കും പാവപ്പെട്ടവർക്കല്ലോ, പിന്നെ വളരെ ചെറിയ കോസ്റ്റിലുള്ള പ്രീമിയം ഒക്കെ അല്ലേ വരുന്നുള്ളൂ, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വല്ല ഗവൺമെന്റ് ആശുപത്രിയിൽ മാത്രമേ നമുക്ക് ചികിത്സ കിട്ടുള്ളൂ എന്നുള്ള വിദ്യാധാരണ വേണ്ട. ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഇവർക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. നല്ല ട്രീറ്റ്മെന്റ്, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് തന്നെയായിരിക്കും ഇത്തരം പോളിസീസ് എടുത്താലും ഉണ്ടാകുക എന്നാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ? ബെനിഫിറ്റ്സ് ഓഫ് SHI, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റുകളാണ് പറഞ്ഞത്. ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു ലോ കോസ്റ്റില്. BPL ഫാമിലീസിനാണ് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇത് ഗ്യാരണ്ടി ചെയ്യുന്നത് പുവർ ഫാമിലീസിന് കൂടിയാണ്. പോളിസി കൺസിസ്റ്റ് ഓഫ് ബോത്ത് ട്രീറ്റ്മെന്റ് ഇൻ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഫോർ ബെറ്റർ ഹെൽത്ത് കെയർ. നല്ല ട്രീറ്റ്മെന്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം നല്ല ട്രീറ്റ്മെന്റ് വേണം, അതുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണുള്ളൂ അല്ലെ. നമ്മൾ വലിയ മൾട്ടി നാഷണൽ ആയിട്ടുള്ള ചില ഹോസ്പിറ്റൽസ് ഒക്കെ തേടി പോകും. കാരണമുണ്ട്, ഒത്തിരി അതിന് പോസിറ്റീവ് കാരണങ്ങൾ തന്നെയുണ്ട്. കാരണം അവിടുത്തെ ടെക്നോളജിയും അവിടുത്തെ മെഷീൻസും ഒക്കെ എന്താ പറയാ നല്ലതായിരിക്കും. അതുപോലെ തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് അത് റിപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. ചീത്തയാണെന്നൊക്കെ മാറ്റി നല്ല മെഷീൻസ് കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് അങ്ങനെ ഒരു മുഖച്ഛായാണ് കൊണ്ടിരിക്കുന്നത്. എന്ത് അവിടെ നല്ല രീതിയിലുള്ള മെഷീൻസ്. പക്ഷെ ഇന്ന് ഒരുപാട്
പ്രോഗ്രസ് ഗവൺമെന്റ് മേഖലയിലുള്ള ഹോസ്പിറ്റൽസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി ഫെസിലിറ്റീസ് ഇന്ന് അവൈലബിൾ ആണ് താനും. നമ്മളിപ്പോ പോയി നോക്കി കഴിഞ്ഞാൽ പണ്ടത്തെ ഹോസ്പിറ്റൽസിന്റെ സറൗണ്ടിങ്സും എല്ലാം അവിടുത്തെ രീതിയിലുള്ള ചികിത്സകളും എല്ലാം വളരെ കുറച്ചുകൂടി നമുക്ക് പ്ലീസിങ് മാനറിലൊക്കെ തന്നെയാണ് ഡോക്ടേഴ്സും അവിടുത്തെ ജോലിക്കാരൊക്കെ ഇടപെടുക. ഇന്ന് പല സ്ഥലങ്ങളും അങ്ങനെ മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ അങ്ങനെയല്ല, നമുക്ക് പേടിയാവും അങ്ങോട്ടൊക്കെ തന്നെ പോകാൻ. എന്ന് വെച്ചാൽ അവര് നമ്മള് പൈസ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് തരുന്ന ട്രീറ്റ്മെന്റിലും അതുപോലെ കസ്റ്റമേഴ്സ്, അതായത് പേഷ്യൻസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനോട് ചെയ്യുന്ന ആ ഒരു ബിഹേവിയറിലൊക്കെ നമുക്ക് വലിയ അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആകാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് വളരെ മാറ്റങ്ങൾ നന്നായി വന്നിട്ടുണ്ട് എന്നാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകൾ. അതിനകത്ത് ബെനിഫിറ്റുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബെനിഫിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. SHIയുടെ ഫുൾ ഫോം അത് ഇമ്പോർട്ടന്റ് ആണ്. അത് രണ്ടും അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. SHI അതിന്റെ ബ്രാക്കറ്റിൽ ഇട്ടോ. SHI സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. പിന്നെ അതിന്റെ ബെനിഫിറ്റ്, അതെ എല്ലാ ഓരോ ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണേ. അപ്പൊ ഓരോന്നിനും പ്രത്യേകം രീതികളാണ്. അപ്പൊ അതുകൊണ്ട് അത് പഠിക്കണം. നെക്സ്റ്റ് ESI ആണ്. ESI നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ്. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമാണ് അല്ലെ. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്, അതാണ് ESI എന്ന് പറയുന്നത്. വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948. 1948 നിലവിൽ വന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത് ESIS എന്ന് പറയുന്നത് ബോത്ത് ക്യാഷ് അല്ലെങ്കിൽ മെഡിക്കൽ ബെനിഫിറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്യാഷ് ബെനിഫിറ്റും കൊടുക്കുന്നുണ്ട്, മെഡിക്കൽ ബെനിഫിറ്റും കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇതിനെ എന്താ പറയാ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ESI, അതായത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം കൺട്രോൾ ചെയ്യുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. അതായത് ESIC, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. ആൻഡ് ഈ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഈ കോർപ്പറേഷന്റെ പ്രധാനപ്പെട്ട ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആസ് ദ ചെയർമാൻ ആൻഡ് ഓൾസോ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നതാണ് ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് വരിക. എന്താ ഭരണമൊക്കെ നടത്തുന്ന ആൾക്കാരിലെ നിയന്ത്രണം ഇവരുടെ കീഴിലാണ്, ESICയുടെ കീഴിലാണ്. അതിന്റെ ചീഫ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറലും അതുപോലെ തന്നെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബറുമാണ്. ഓക്കെ, ക്ലിയർ ആയോ? 1948 വർഷമൊക്കെ അത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ മൊത്തം ബ്രാക്കറ്റ് കിട്ടോ. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948 തുടങ്ങി ചീഫ് എക്സിക്യൂട്ടീവ് വരെ എന്നുള്ളത് മാർക്ക് ചെയ്തോ. ആരാണ് യൂണിയൻ എന്താ പറയാ ചെയർമാൻ ആരാണ് ESICയുടെ, അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ് ESICയുടെ എന്ന് ചോദിക്കാം. ഓക്കെ, ESICയുടെ ഫുൾ ഫോം ചോദിക്കാം. അതുകൊണ്ട് അത് ആ പാരഗ്രാഫ് ഫുൾ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തോളൂ. ഇനി അതിന്റെ എന്താ പറയാ ഈ ESICയുടെ അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ് ഏതൊക്കെ രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ സെന്റൻസ് ആയിട്ട് കൊടുത്തതുകൊണ്ട് നമ്മൾ അത് തന്നെയാണ് വായിക്കുന്നത് കേട്ടോ. ഒന്നാമത്തേത് സിക്നസ് ബെനിഫിറ്റ് എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സിക്നസിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ, അത് ലഭ്യമാകണമെങ്കിൽ ആ ഒരു ഇൻഷുർഡ് ആ പേഷ്യന്റ് എന്ന് പറയുന്ന ആള് എന്ത് ചെയ്തിരിക്കണം, 78 days ബിഫോർ ദാറ്റ് സിക്നസ് വർക്ക് ചെയ്തിരിക്കണം. 78 ദിവസം മുമ്പ് വരെ എന്ത് ചെയ്യണം, അതായത് ഒരു രോഗം വരുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ 78 ദിവസമെങ്കിലും ആ തൊട്ട് മുകളിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ബെനിഫിറ്റിന് എന്തുള്ളൂ, അർഹത നേടുന്നുള്ളൂ. 78 ദിവസമാണ് ടാർഗറ്റ് ആ ഒരു ബെനിഫിറ്റ് എംപ്ലോയിക്ക് ലഭ്യമാക്കണമെങ്കിൽ. ഇനി സിമിലർലി ഇത് തന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ഒബിയസ്ലി നമുക്കറിയാം അത് ആർക്കേ കിട്ടുള്ളൂ, സ്ത്രീകൾക്കാണ്. അതിന് ലഭ്യമാകണമെങ്കിൽ 70 days മുൻപ് വർക്ക് ചെയ്തിരിക്കണം. ആ ബെനിഫിറ്റ് അവൈൽ ചെയ്യുന്നതിന് ആ ഒരു മെറ്റേണിറ്റി ലീവ് കിട്ടണമെങ്കിൽ അതിന്റെ തൊട്ട് മുന്നുള്ള 70 ദിവസം എന്ത് ചെയ്തിരിക്കണം, അവർ എന്താ പറയാ ജോലി ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ആ മെറ്റേണിറ്റി ബെനിഫിറ്റിന് എന്തുള്ളൂ, അർഹതയുള്ളൂ. അല്ലെങ്കിൽ കിട്ടില്ല. അത്രയും ദിവസത്തെ അവർക്ക് ക്യാഷ് കട്ടായി പോകും. മെറ്റേണിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ലീവ് എടുക്കാനാണല്ലോ. ആ ലീവ് എടുക്കുമ്പോൾ ഇവർക്ക് വരുമാന മാർഗം ഇല്ല. അപ്പൊ ആ വരുമാനം കിട്ടണമെങ്കിൽ, അതിനുള്ള ബെനിഫിറ്റ് ആ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ കിട്ടണമെങ്കിൽ അതിന് തൊട്ട് മുന്നുള്ള 70 ദിവസം ജോലി ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? കണക്ട് ചെയ്ത കാര്യം മനസ്സിലായോ? എംപ്ലോയിക്ക് ആണെങ്കിൽ 78 ദിവസം, മെറ്റേണിറ്റിക്ക് ആണെങ്കിൽ 70 ദിവസം ആ സ്ത്രീക്ക് കിട്ടും. പിന്നെ ഇത് ESIC എന്ന് പറയുന്നത് അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ഫാക്ടറി എംപ്ലോയീസിനാണ്. കൂടുതലും ഫാക്ടറി ജോലിക്കാർക്കാണ് ഇത്തരം ഇൻഷുറൻസ് എന്ത് ചെയ്യുന്നത് കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ളത്. കാരണം അവിടെ നമുക്കറിയാം ആക്സിഡൻസ്, ഒക്യുപേഷണൽ ഹസാർഡ്സ്, ജോലി സംബന്ധമായിട്ടുള്ള പല അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലം ഫാക്ടറികളിൽ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു
ഈ ഒരു ഇൻഷുറൻസ് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ഈസ് അവൈലബിൾ ഫോർ ദ വർക്കേഴ്സ്. അതായത് ഇന്ത്യയിൽ തന്നെ പല ഫാക്ടറികളിലായിട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് ലഭ്യമാക്കാവുന്നതാണ്. ആൻഡ് ദ എംപ്ലോയി വിത്ത് വേജസ് നോട്ട് എക്സീഡിങ് 21,000, അതായത് 21,000 രൂപ പെർ മന്തില് കൂടുതൽ കിട്ടാത്ത എല്ലാ എംപ്ലോയീസിനും ഈ ഒരു സ്കീമിൽ പങ്കെടുക്കാനുള്ള അർഹതയുണ്ട്. 21,000 രൂപയ്ക്ക് മുകളിലാണ് ആൾക്ക് സാലറി മന്ത്ലി കിട്ടുന്നതെങ്കിൽ അവർക്ക് കിട്ടില്ല. അതിൽ താഴെയുള്ളവർക്ക് മാത്രം ആണ് എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു സ്കീമിൽ ടേക്ക് പാർട്ട് ആകാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ആരുദ്ദേശിച്ചുള്ളതാ? ഫാക്ടറി വർക്കേഴ്സിനുള്ള ഉദ്ദേശിച്ചുള്ളതാണ്. ബിക്കോസ് ഓഫ് ദ ആക്സിഡൻസ് ആൻഡ് ഒക്യുപേഷണൽ ഹസാർഡ്സ്, കാരണം അവർക്കുണ്ടാകുന്ന അപകട സാധ്യതകൾ അതുപോലെ തൊഴിൽപരമായിട്ടുള്ള അപകടങ്ങൾ വളരെ കൂടുതലായതുകൊണ്ടാണ് ഇവർക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ, ഫാക്ടറീസ് ഓഫ് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഫാക്ടറീസിലുള്ള എംപ്ലോയീസിനെ കൂടി കണക്കിലെടുത്തിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. 21,000 രൂപയിൽ കൂടുതൽ അല്ലാത്ത സാലറി വാങ്ങിക്കുന്ന, വേജസ് വാങ്ങിക്കുന്ന പെർ മന്ത് ആണ് വാങ്ങിക്കുന്ന എല്ലാവർക്കും ഈ ഒരു എന്താ പറയാ ഇതിനകത്ത് പങ്കെടുക്കാവുന്നതാണ്. ഈ ഒരു സ്കീമിൽ അംഗമാകാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങളൊന്ന് പറയണം അവിടെ. ഇനി എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ്, ഈ സ്കീമിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്തേക്ക് പ്രീമിയം അടയ്ക്കണ്ടേ? നമ്മൾ SHIയില് അവിടെ എംപ്ലോയർ ആണ് ഇതിന്റെ പ്രീമിയം അടയ്ക്കണം. എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി പ്രീമിയം അടയ്ക്കണം. മനസ്സിലായ? അത് SHIയിലുള്ളൂ. ഇവിടെ എന്താണ്, ESIയില് നമ്മുടെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിൽ ബോത്ത് ദ എംപ്ലോയി ആൻഡ് ഓൾസോ എംപ്ലോയർ ഹാസ് ടു കോൺട്രിബ്യൂട്ട്. ഇതിന്റെ പ്രീമിയത്തിലേക്ക് കോൺട്രിബ്യൂഷൻ രണ്ടുപേരും നടത്തണം. എംപ്ലോയർ നടത്തണം, എംപ്ലോയി നടത്തണം. പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ പറയുന്നുണ്ട്. എംപ്ലോയി ആണെങ്കിൽ 0.75% ഓഫ് ദ വേജ്, ആൾക്ക് കിട്ടുന്ന കൂലിയുടെ 0.75% എംപ്ലോയി അടച്ചാൽ മതി. ബാക്കി 3.25% ഓഫ് ദ വേജ് ബിൽ ഷുഡ് ബി പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ. ആ ജോലിക്കാരന്റെ 3.25%, അയാളുടെ കൂലിയുടെ 3.25% എന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എംപ്ലോയർ ആണ്. അയാളുടെ കൂലിയുടെ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ആരുടെയാണ്? ഇപ്പൊ എന്റെ പേരിൽ ഇൻഷുറൻസ് എംപ്ലോയറും അടയ്ക്കണം, ഞാനും അടയ്ക്കണം. ഞാൻ എന്റെ വേജസിന്റെ 0.75% എങ്ങനെയാ കണ്ടുപിടിക്കാം? 100 രൂപ വേജസ് ആണെങ്കിൽ 100 × 0.75% ആണ് കേട്ടാ. അത് അടയ്ക്കുന്നു, അവരടയ്ക്കുന്നു, ഞാൻ അടയ്ക്കുന്നു. എംപ്ലോയർ അടയ്ക്കുമ്പോൾ 3.25% ആരടയ്ക്കുന്നു? എംപ്ലോയറും അടയ്ക്കേണ്ടി വരും. അപ്പൊ രണ്ടുപേരുടെ കൂടി കോൺട്രിബ്യൂഷൻ ആണ് നമുക്കൊരു ഇൻഷുറൻസ് എമൗണ്ട് ആയിട്ട് അവിടെ വന്ന് ആഡ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു രീതിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ എംപ്ലോയി ഗെറ്റിംഗ് ലെസ് ദാൻ 176 പെർ ഡേ, ഒരു ദിവസത്തിൽ 176 രൂപയിൽ താഴെ കൂലി വാങ്ങിക്കുന്ന ഒരു എംപ്ലോയിക്ക് ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ, അയാളുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ആര് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി? എംപ്ലോയർ മാത്രം. 176 രൂപയിൽ കുറവാണ് ആൾക്ക് കിട്ടുന്ന ഒരു ദിവസത്തെ കൂലിയെങ്കിൽ അങ്ങനെയുള്ള എംപ്ലോയി ഷുഡ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ ഇൻഷുറൻസ്. ഇൻഷുറൻസിന്റെ എമൗണ്ടിലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ട ആവശ്യകത ഇല്ല എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞത്? ആ 2 പോയിന്റ് മനസ്സിലായോ? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും 176 രൂപയിൽ കുറവാണ് ആൾക്ക് കിട്ടുന്ന കൂലിയെങ്കിൽ എംപ്ലോയി തന്റെ ഷെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി എന്തൊക്കെ ബെനഫിറ്റുകൾ, ഏതൊക്കെ രീതിയിലുള്ള ബെനഫിറ്റുകളാണ് ഈ പറയുന്ന പോളിസി പ്രകാരം, ESI പ്രകാരം, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് പ്രകാരം ആൾക്കാർക്ക് കിട്ടണമെന്ന് നോക്കാം. ഒന്ന്, സിക്നെസ് ബെനഫിറ്റ്, രോഗത്തിനുള്ള അതെങ്ങനെ കിട്ടും? എത്ര കിട്ടും? 70% ഓഫ് ഡെയിലി ആവറേജ് വേജ്, ഒരു ദിവസത്തെ വേജസിന്റെ 70% അത്രയും കിട്ടും. എത്ര വരെ കിട്ടും? എത്ര ദിവസത്തോളം കിട്ടും? 91 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള 91 ദിവസം അല്ല കേട്ടാ, ഏതെങ്കിലുമൊക്കെ ദിവസം. ഒരു വർഷത്തിൽ 91 ദിവസം ആൾക്ക് എപ്പോഴെങ്കിലൊക്കെ വല്ല അസുഖങ്ങളൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആകുമോ, ഹോസ്പിറ്റൽ ചെലവുകളൊക്കെ അധികം വന്നിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ ആ ദിവസങ്ങളുടെയൊക്കെ, അപ്പൊ അതൊക്കെ അത്ര ദിവസങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ദിവസങ്ങളിലേക്ക് അയാളുടെ വേജസിന്റെ 70% അയാൾക്ക് എന്ത് കിട്ടും? സിക്നെസ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത് നമ്മൾ കണക്ട് ചെയ്ത ഒരു സെന്റൻസ് ആയിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കണം. അതായത് ഒരു ജോലിക്കാർ, ഇപ്പൊ ഞാനൊരു ജോലി ചെയ്യുന്ന ആള്, ഒരു വർഷത്തിൽ എനിക്ക് 91 ദിവസം എപ്പോഴെങ്കിലൊക്കെ ആയിട്ട്, ഒരു വർഷത്തിൽ എത്ര ദിവസം ഉണ്ട്? 365 ദിവസം ഉണ്ട് അല്ലെ? ഈ 365 ദിവസത്തിനുള്ളിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് 91 ഡേയ്സ് മാക്സിമം ലിമിറ്റ് പറഞ്ഞേക്കെന്താ, ആ 91 ദിവസം വരെ നമുക്ക് ചിലപ്പോഴൊക്കെ ചില അസുഖങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലീവ് എടുക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു ദിവസത്തെ വേജസിന്റെ 70% എനിക്ക് കമ്പനി എന്ത് ചെയ്യുന്നു?
എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തരുന്നു ബിക്കോസ് ഓഫ് സിക്നസ് ആണ് അത്, അസുഖം വന്നിട്ടുള്ള ഒരു ലീവ് എടുത്തതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. ഇനി എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ഉണ്ട്. ഇനി ചില സാഹചര്യങ്ങളിൽ നമ്മുടെ സിക്നസിന്റെ ബെനിഫിറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അന്നേരം അത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരുന്ന ചില പ്രത്യേകം അസുഖങ്ങൾക്കാണ്. എക്സാമ്പിൾ പറയുന്നുണ്ട് ട്യൂബർക്കുലോസിസ്, ലെപ്രസി, ഫ്രാക്ചർ, മാലിഗ്നസി എക്സെട്ര. അതെന്താ മാരകമായ രോഗങ്ങൾ, അതാണ് മാലിഗ്നസി എന്ന് പറയുന്നത്. ലെപ്രസി എന്ന് പറഞ്ഞാൽ എന്താ കുഷ്ഠരോഗം, പിന്നെ ഫ്രാക്ചേഴ്സ്, ഒടിവ്, വലിയ ചതവ്, അങ്ങനെയൊക്കെ ഒടിഞ്ഞതൊക്കെ ഉള്ളത്, ഏതെങ്കിലുമൊക്കെ ഭാഗം നട്ടുടിയുക, കൈയൊടിയുക, കാലൊടിയുക. അപ്പൊ അങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ദിവസം നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ടി വരും. ട്യൂബർക്കുലോസിസ്, TB പോലെയുള്ള അസുഖങ്ങൾ, ഇതിനൊക്കെ നമ്മുടെ സിക്നസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 80% ഓഫ് ദ വേജസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ എത്ര 70% സാധാ സിക്നസ് ബെനിഫിറ്റ് ആണ്. മറ്റേത് 2 ഇയേഴ്സിലേക്കായിട്ടും പറഞ്ഞിട്ടുണ്ട്. 2 വർഷത്തിനുള്ളിൽ 80% ഓഫ് വേജസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. 80% വേജസിന്റെ 80%, മറ്റേതിൽ 70%. ക്ലിയർ ആയോ? എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്. എൻഹാൻസ്ഡ് അതെന്താ? അപ് ടു 7 days ഫോർ മെയിൽ ബെനിഫിഷ്യറീസ്. അതായത് പുരുഷന്മാരായിട്ടുള്ള ഈ ഇത്തരം പോളിസീസ് ESI പോലെ ഈ സ്കീം എടുത്തിരിക്കുന്ന ആളുകൾക്ക് 7 ദിവസം, ആണുങ്ങൾക്കാണ് 7 ദിവസം, പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് 14 ദിവസം. എപ്പാ? എന്തിന്? ഇൻ ദ ഇവന്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ, വന്ധ്യംകരണം എന്നൊക്കെ പറയില്ലേ, വന്ധ്യംകരണം എന്നൊക്കെ. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ, അത്തരം സാഹചര്യത്തിൽ സ്ത്രീകൾക്കാണെങ്കിൽ 14 ദിവസവും, അതുപോലെ തന്നെ മറ്റേ പുരുഷന്മാർക്കാണെങ്കിൽ 7 ദിവസത്തെയും അവധി എടുക്കേണ്ടി വരും ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. 7 ദിവസം പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് വന്ധ്യീകരണ സമയത്താണ് 14 ദിവസവും. നെക്സ്റ്റ് വൺ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആണ്. പ്രസവാനന്തര ബെനിഫിറ്റ് കിട്ടേണ്ടത് 150 ദിവസമാണ്. നമുക്കറിയാം സ്ത്രീകൾക്കാണ് 150 ദിവസം ആണ് അവരുടെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്ന അലവൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്. 150 ദിവസം അവർക്ക് അവരുടെ വേജസിന്റെ ആ ഒരു ബെനിഫിറ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നു. എന്നാൽ 6 weeks ഇൻ ദ ഇവന്റ് ഓഫ് മിസ്കാരേജ് ഓർ MTP, അതായത് MTP എന്താ? പ്രസവം നിർത്തല്, അതുമായി ബന്ധപ്പെട്ടതോ. മിസ്കാരേജ് എന്താ? നമ്മള് ക്യാരിങ് ആയിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അബോർട്ടഡ് ആയിട്ട് തന്നെ പോയി. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ കുറച്ച് ദിവസമൊക്കെ നമുക്ക് അവധി എടുക്കേണ്ടി വരും. അപ്പൊ അത് 6 weeks ആണ് അനുവദിച്ചിരുന്നത്. മെറ്റേണിറ്റിക്ക് ആണെങ്കിൽ 150 ദിവസം, ദാറ്റ് മീൻസ് 3 months ആണ്. 3 മാസം എന്ന് പറയുന്നതിനേക്കാൾ അവർ എടുത്തു പറയുന്നത് 180 days തന്നെയാണ്. 150 ദിവസം തന്നെയാണ് പറയുന്നത്. ചില 2 മാസത്തിലെ 31 ദിവസമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ 2 ദിവസം അവിടെ കൂടുതൽ വരുന്നുണ്ടല്ലോ, അതില്ല. 150 ദിവസം തന്നെയാ പറയാ. 6 weeks ആണ് മിസ്കാരേജിനും MTക്കും വേണ്ടിയിട്ട് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിസേബിൾമെന്റ് ആണ്. അപ്പോ വേജസിന്റെ 90%, ഡിസേബിൾമെന്റ് മീൻസ് താൽക്കാലികമായിട്ടേ, ഇപ്പൊ ടെമ്പററി ആയിട്ട് കാലും കൈയൊക്കെ ഒടിഞ്ഞു പോയി, അല്ലെങ്കിൽ ഭയങ്കര കുറെ നാൾക്ക് അങ്ങനെ എന്താ പറയാ ജോലിക്കൊന്നും പോകാതെ പറ്റാതെ ഡിസേബിൾഡ് ആയിട്ട് കിടന്നു, വൈകല്യമായിട്ടൊക്കെ കിടന്നു. ആ ഡിസേബിൾമെന്റ് പീരീഡില് 90% ഓഫ് ദെയർ വേജസ്, അവരുടെ കൂലിയുടെ 90% ക്യാഷ് ആയിട്ട് അവർക്ക് എന്ത് കിട്ടും? ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്. ESIയിലാണ് ഇതൊക്കെ കിട്ടുക. കുറച്ച് അങ്ങനെയുള്ള പോളിസിയാണ്. അത് കൂടുതലും എംപ്ലോയീസിന്, ഫാക്ടറി എംപ്ലോയീസിന് വേറെ ആരും, നമുക്കറിയാം അവര് വലിയ കാശുകാരൊന്നും ആയിരിക്കില്ല. അവർ ആ ഡെയിലി വേജസ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ കുടുംബം പുലർത്തുന്ന ആളുകളായിരിക്കും. അപ്പൊ വേറെ വരുമാന മാർഗമൊന്നും അവർക്കില്ല. അപ്പൊ ഫാക്ടറി തന്നെ അവർക്ക് വരുമാന മാർഗമായിട്ടുണ്ടായിരുന്നത്. ഫാക്ടറിയിൽ നിന്നാണെങ്കിലോ കിട്ടുന്നത് വളരെയധികം, നമുക്കറിയാം ഏറ്റവും ബോട്ടം ലെവലിലുള്ള ഒരു ജോലിക്കാർ തന്നെയാണ്. അപ്പൊ അവർക്ക് ഇത്ര വലിയ എന്താ പറയാ കൂലിയൊന്നും അവർക്ക് കിട്ടാനില്ല. അപ്പൊ പിന്നെ അവരുടെ ചെലവുകൾ, ഇതുപോലെയുള്ള ചെലവുകൾ അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവരുടെ നിത്യവൃത്തി പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പോലും മര്യാദയ്ക്ക് നടത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ പറയുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്യൂണറൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇൻ കേസ് ഓഫ് ഡെത്ത്, മരിക്കുന്ന സമയത്ത് മരിച്ചു പോവുകയാണെങ്കിൽ, എംപ്ലോയി ഏതെങ്കിലും കാരണവശാല് അവിടെ ഉണ്ടായിരുന്ന എംപ്ലോയി മരിച്ചു പോകുമ്പോൾ ആ വീട്ടിലെ ഏത് വീട്ടിലെയാണോ ആ അംഗത്തിലെ ഏറ്റവും എൽഡസ്റ്റ് മെമ്പറിന്, അവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ആൾക്ക് ഒരു 15,000 രൂപ കിട്ടും. എന്തിനു വേണ്ടിയിട്ട്? ഫ്യൂണറൽ പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു 15,000 രൂപ ആ ഒരു വഴിയായിട്ട് കിട്ടുന്നു. ESI പ്രകാരം കിട്ടും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മെഡിക്കൽ ബെനിഫിറ്റ് ആണ്. അതെന്താ? മെഡിക്കൽ ബെനിഫിറ്റ് മീൻസ് ഇൻഡോർ, ഔട്ട്ഡോർ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ അകത്ത് വരുന്ന ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി വരുന്ന ചെലവുകൾ, ഇനി അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവരേണ്ടെങ്കിൽ അങ്ങനത്തെ ചെലവുകൾ, ആംബുലൻസ് സർവീസ്, അങ്ങനെയുള്ള ബെനിഫിറ്റുകളെല്ലാം എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇത്തരം സ്കീമിലൂടെ.
എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിലൂടെ. ഇതിന്റെ ആ പോയിന്റുകളൊക്കെ പഠിക്കുന്നതോടൊപ്പം ചില കാര്യങ്ങൾ അവിടെ അതന്നെ പറയുന്നത് തന്നെയാണ്. അതായത് ഈ ബെനഫിറ്റുകൾ എന്ന് പറയുന്നത് ESI കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് പദ്ധതി അതൊരു നല്ലൊരു ഇൻഷുറൻസ് പദ്ധതിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ ഓരോന്നിനും ഇവിടെ ഓരോ ഡേയ്സുകളും ഒക്കെ വ്യക്തമായിട്ട് പറയുന്നത് ചില ലിമിറ്റേഷൻസ് അബൌട്ട് ദ എമൗണ്ട്, ആ എമൗണ്ടിന്റെ ഒരു ലിമിറ്റേഷൻ ഒക്കെ എടുത്ത് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, കണ്ടിട്ടുണ്ട് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും. ഈ ഒരു ഭാഗത്ത് ബെനിഫിറ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ബെനിഫിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ 21,000 കുറയാത്ത ആളുകൾക്കൊക്കെ ഇതിനകത്ത് പങ്കെടുക്കാം. പിന്നെ 176 രൂപയിൽ കുറവ് കിട്ടുന്ന ആളുകൾ ഇതിനകത്തേക്ക് കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ട, എംപ്ലോയർ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ESIയിൽ എത്രയാണ്, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ് എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് വെച്ചിട്ട് പ്രോബ്ലം തന്നെ ഇവിടെ ചെയ്യാനുണ്ട് തൊട്ടടുത്ത പേജിൽ. നമ്മൾ നാളെ എടുക്കുന്നുള്ളൂ, നിങ്ങളെ ഞാൻ വെറുപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയും വരെയാണെന്ന് നമ്മൾ എടുക്കുന്നുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച അത്രയും എനിക്ക് എടുക്കാൻ പറ്റി, അത്ര എടുക്കുള്ളൂ. ഈ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ബോറടിക്കും അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഡിസീസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്, വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്ത ഡിസീസസ്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ടൈപ്സ് 5 ഉണ്ട്. ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ ആൻഡ് ടോപ്പ് അപ്പ് കവർ കേട്ടാ. പിന്നെ SHI സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, അതിൽ 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ 3 കണ്ടീഷൻസും അത് നിങ്ങൾ വായിച്ചാൽ മതി. പിന്നെ അതിനകത്ത് ബെനിഫിറ്റ് പഠിക്കണം, SHIയുടെ ബെനിഫിറ്റുകൾ, ഫീച്ചേഴ്സ് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ പിന്നെ പഠിച്ചത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, അതിൽ ആ ഫസ്റ്റ് പാരഗ്രാഫ് എന്തായാലും പഠിക്കണം കേട്ടാ, അത് പഠിക്കണം. പിന്നെ ഓരോ ദിവസങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് അതൊക്കെ എളുപ്പം പഠിക്കാൻ പറ്റുന്ന, ഓർത്തിരിക്കാൻ പറ്റുന്നതൊക്കെയാ. സിക്നസ് ബെനിഫിറ്റുകൾ എത്ര ദിവസമാണ് കിട്ടുക, അതിന് എത്ര ദിവസത്തിന്റെ ഒരു കാലാവധി, ഒരു ഇത് പറയാനുള്ള കണ്ടീഷൻ 78 ദിവസം മുമ്പ് വരെ വർക്ക് ചെയ്തിരിക്കണം, എന്നാലും സിക്നസ് ബെനിഫിറ്റ് അവൈലബിൾ ആകുള്ളൂ. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആകുമ്പോൾ 70 ദിവസം മുമ്പ് വരെ വർക്ക് ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞ ആ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചാൽ മതി. അങ്ങനെ തന്നെ കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അതിന്റെ മെയിൻ പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, ക്ലിയർ ആയോ? ഇത്ര വരെയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നുള്ളൂ. ആൻഡ് എല്ലാവർക്കും മനസ്സിലായല്ലോ? പറഞ്ഞ ഭാഗവും എടുത്ത ഭാഗവും ഒക്കെ സിമ്പിൾ അല്ലേ? ഒന്നുകൂടി പറയൂ, സിമ്പിൾ അല്ലേ? ആൻഡ് ഓക്കെ, താങ്ക്സ് ഉണ്ട് നിങ്ങൾ ഇരുന്നത് ഇത്ര നേരം കേട്ടത്. നിങ്ങൾ സാറിനെ കാണാതെ പോയതല്ലോ, വിഷമൊന്നും ഇല്ലല്ലോ? സാറിന് അടുത്ത ദിവസത്തെ ക്ലാസ് കേട്ടാ, സാറിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചതാ. ഓക്കെ, താങ്ക് യു, ബൈ. അടുത്ത ദിവസം കാണാം. ഓക്കെ, Thank you, ma'am. okay, thank you.